നമ്മൾ ഇന്നലെ ഈ പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഈ പ്രോഗ്രാംസ് അതൊരു C++ പ്രോഗ്രാംസ് എങ്ങനെ എഴുതാം എന്നുള്ളത് വരെയായിരുന്നു ഇന്നലെ നമ്മൾ നോക്കിയത്. ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇവിടെ ആദ്യമേ പറഞ്ഞിരിക്കുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ C ആൻഡ് C++ ആണ്. അപ്പൊ ഈ ഡിഫറൻസ് ബിറ്റ്വീൻ C ആൻഡ് C++ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ കണ്ടായിരുന്നു എന്തായിരുന്നു പ്രൊസീജിയർ ഓറിയന്റഡ് അല്ലെ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് പാരഡിഗോ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗോ അത് തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. ആ സെയിം തന്നെ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അതായത് C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രൊസീജറൽ ഓറിയന്റഡ് ലാംഗ്വേജ് ആയിരിക്കും, അല്ലെ അതൊരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരിക്കും. C++ എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് ഓറിയന്റഡ് ആയിരിക്കും. അപ്പൊ ആ ഒരു ഡിഫറൻസ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അതാണ് C++ റിഗാർഡഡ് ആസ് ആൻ ഇന്റർമീഡിയറ്റ് ലെവൽ ലാംഗ്വേജ്, പിന്നെ ഹൈ ലെവൽ ആൻഡ് ലോ ലെവൽ ലാംഗ്വേജിന്റെ കോമ്പിനേഷൻ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ടോപ്പ് ഡൗൺ അപ്രോച്ച് ബോട്ടം അപ്പ് അപ്രോച്ച് ഒക്കെ പറഞ്ഞില്ല, ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഡിഫറൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. C ലാംഗ്വേജ് ഫോളോ ടോപ്പ് ഡൗൺ അപ്രോച്ച്, C++ ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ച്. പിന്നെ ഇതുണ്ട് പ്രൊസീജിയറൽ ലാംഗ്വേജ് ആണ് C++ ഒബ്ജക്ട് ഓറിയന്റഡ് ആണ്. അപ്പൊ ആ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് വരുന്നത്. ഇനി നെക്സ്റ്റ് ഡാറ്റ ടൈപ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡാറ്റ ടൈപ്സ് അതായത് നമുക്ക് വേരിയബിൾസ് വേണം. അതായത് നമുക്ക് ഒരു പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട കാര്യം നമ്മൾ ഇന്നലെ ഐഡന്റിഫയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചായിരുന്നു. അതായത് ഐഡന്റിഫയർ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു വാല്യൂവിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം അതിന് നമുക്ക് എന്തൊരു പർട്ടിക്കുലർ ടൈപ്പ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഈ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്റ് ആണോ ഫ്ലോട്ട് ആണോ അത് എന്ത് ടൈപ്പ് ആണെന്നുള്ളത്, അത് നമ്പേഴ്സ് ആണോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അത് ക്യാരക്ടേഴ്സ് ആണോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അങ്ങനെ അത് എന്ത് ടൈപ്പ് വാല്യൂസിനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതിന് ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ഡാറ്റ ടൈപ്സ് ഇൻ C++നകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഡാറ്റ ടൈപ്പിനെ തന്നെ ഇത് കണ്ടോ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡാറ്റ ടൈപ്പ് C++ ഡാറ്റ ടൈപ്പിനകത്ത് നമുക്ക് 3 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ് വരുന്നുണ്ട്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് വരുന്നുണ്ട്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് വരുന്നുണ്ട്. അപ്പൊ ഈ ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? ബിൽറ്റ് ഇനകത്ത് ഇതാണ്ട് കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾസ് നിങ്ങൾ ഓൾറെഡി സിക്കകത്ത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് തന്നെയാണ്. ഇന്റ്, ക്യാർ, ഫ്ലോട്ട്, വോയിഡ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പ്. അപ്പൊ ബിൽറ്റ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പ് അതായത് ഓൾറെഡി ആ ലാംഗ്വേജിനകത്ത് ഉള്ള പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഡാറ്റ ടൈപ്പുകളെയാണ് നമ്മൾ ഇന്റ്, ക്യാർ, ഫ്ലോട്ട്, വോയിഡ് എന്നൊക്കെ പറയുന്നത്. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. അപ്പൊ ഇതുണ്ട് ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പിന് എക്സ്പ്ലനേഷൻ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ദർ ആർ 4 ടൈപ്പ് ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ്. അതാണ് ഇന്റ്, ക്യാർ, ഫ്ലോട്ട്, വോയിഡ്. പിന്നെ ഇന്റീജർ എന്താണ്, അതേപോലെ ക്യാരക്ടർ എന്താണ്, ഫ്ലോട്ട് എന്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്റീജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇന്റീജർ ഡാറ്റ ടൈപ്പ് നിങ്ങൾ പ്രോഗ്രാമിനകത്ത് ഇന്റ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നില്ല, അതാണ് ഇന്റീജർ ഡാറ്റ ടൈപ്പ്. അപ്പൊ അതിന്റെ സൈസും കാര്യങ്ങളും ആ ഇന്റീജർ ഡാറ്റ ടൈപ്പിനെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഷോർട്ട്, ലോങ്, അൺസൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് നമുക്ക് വേണ്ട വാല്യൂ എത്ര സൈസിലാണ് നമുക്ക് വേണ്ട അതിനനുസരിച്ച് നമുക്ക് അതിനെ ഷോർട്ട് ആയിട്ട്, ലോങ് ആയിട്ടും, അൺസൈൻഡ് ഇന്റീജർ അതായത് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സിനെ മാത്രമായിരിക്കും അൺസൈൻഡ് ഇന്റീജേഴ്സിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം അങ്ങനെ ഏത് കൺസെപ്റ്റിലേക്കാണോ നമുക്കൊരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് അതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഡാറ്റ ടൈപ്പിനെ തന്നെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഷോർട്ടും ലോങ്ങും അൺസൈൻഡിനകത്ത് വരുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫ്ലോട്ടിംഗ് പോയിന്റ്. അപ്പൊ ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതായത് തൊട്ട് മുന്നേ കണ്ട ഇന്റീജറിനകത്ത് നമ്മുടെ നോർമൽ നമ്പേഴ്സ്, ഓൾ നമ്പേഴ്സ് ആയിരിക്കും വരുന്നത്. അതേസമയം ഫ്ലോട്ടിംഗ് പോയിന്റിനകത്ത് എന്തായിരിക്കും? ഡെസിമൽ പോയിന്റ് നമ്പേഴ്സ് ആയിരിക്കും വരുന്നത്. പോയിന്റ് ഇട്ടിട്ട് വരുന്ന നമ്പറുകളില്ലേ, അപ്പൊ അങ്ങനെയുള്ള നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്പ് അല്ലെ ഫ്ലോട്ട് എന്ന് പറയുന്ന ആ ഒരു ഡാറ്റ ടൈപ്പിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി വോയിഡ് ടൈപ്പ്. വോയിഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? അതായത് ഒരു ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. നിങ്ങൾ ഏതൊരു പ്രോഗ്രാം എടുത്താലും അതിനകത്ത് വോയിഡ് അല്ല ഇൻഡെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്താണ്? ഒരു ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അതായത് വോയിഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരു വാല്യൂന് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരിക്കത്തില്ല. അതാണ് ഇറ്റ് സ്പെസിഫൈസ് ദ റിട്ടേൺ ടൈപ്പ് ഓഫ് എ ഫംഗ്ഷൻ വെൻ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് റിട്ടേണിംഗ് എനി വാല്യൂ. കണ്ടു ഇവിടെ ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്. അത് എന്തിനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്? ഇറ്റ് സ്പെസിഫൈസ് ദ റിട്ടേൺ ടൈപ്പ് ഓഫ് എ ഫംഗ്ഷൻ when the function is not returning any value. അതായത് it indicate an empty parameter list on a function when no arguments are passed. അതായത് നമുക്ക് ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്യാൻ എംപ്റ്റി ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും എന്തെന്ന് പറഞ്ഞാൽ വോയിഡ് എന്ന് പറയുന്നത്. അതാണ് വോയിഡ് ഡാറ്റ ടൈപ്പ് വരുന്നത്.
ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ക്യാരക്ടർ ഡേറ്റ ടൈപ്പ്. അപ്പൊ ക്യാരക്ടർ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? അതായത് നമ്മുടെ ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇപ്പൊ ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നെയിം ഒക്കെ ഇല്ലേ, സ്ട്രിങ്, അതേപോലെയുള്ള നമ്മുടെ നെയിം, അതേപോലെയുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഡേറ്റ ടൈപ്പിനെയാണ് ക്യാരക്ടർ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്ത് അതിന്റെ ഡേറ്റ ടൈപ്പും അതിന്റെ സൈസും ഒക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഓരോ ഡേറ്റ ടൈപ്പും അതിന്റെ സൈസും ഒക്കെ എത്രയാണെന്നൊക്കെ ഉള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്ന നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, അതായത് ആദ്യം നമ്മൾ ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പ് കണ്ടു. നെക്സ്റ്റ് വരുന്ന എന്താണ്? ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. അപ്പൊ എന്താ ഈ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് അതായത് നമുക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്പുകളാണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ട് ഇന്റ്, പിന്നെ എന്താ ക്യാർ, ഫ്ലോട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിൽ നിന്ന്, അതിനെ ബേസ് ചെയ്തിട്ട് അതിൽ നിന്നും ജനറേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന, അല്ലെ ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്ന ഡേറ്റ ടൈപ്പുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് എന്ന് നമ്മൾ പറയുന്നത്. അതാണ് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. അപ്പൊ ഡിറൈവ്ഡിനകത്ത് അപ്പൊ അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ആസ് ദ നെയിം സജസ്റ്റ് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ് ആർ ബേസിക്കലി ഡിറൈവ്ഡ് ഫ്രം ദി ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പ്. അപ്പൊ എവിടുന്ന? ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പിൽ നിന്ന് ഡിറൈവ്ഡ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്? ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പിനകത്ത്, ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പിനകത്ത് അറേസ്, ഫങ്ഷൻസ്, പോയിന്റർ, റെഫറൻസ് ഒക്കെയാണ് എന്തിനകത്ത് വരുന്നത്? ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പിനകത്ത് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. അപ്പൊ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആ പേര് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്ന ആരായിരിക്കും? പ്രോഗ്രാമർ ആയിരിക്കും കേട്ടോ. അതായത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്ന ഡേറ്റ ടൈപ്പ്, അതായത് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ക്രിയേറ്റഡ് ബൈ ദി പ്രോഗ്രാമർ ഓർ യൂസർ. അവരായിരിക്കും എന്തിനെ ഡിഫൈൻ ചെയ്യുന്നത്? ഈ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡേറ്റ ടൈപ്പിനെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പിനകത്ത് മെയിൻ ആയിട്ട് 4 ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സ്ട്രക്ചർ ഉണ്ട്, യൂണിയൻ ഉണ്ട്, ക്ലാസ് ഉണ്ട്, എന്യൂമറേറ്റർ ഉണ്ട്. അപ്പൊ ഈ സ്ട്രക്ചർ, യൂണിയനും ഒക്കെ തൊട്ട് മുന്നേ നിങ്ങൾ സിക്കകത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ യൂസർ ഡിഫൈൻഡ് എന്ന് പറയാനുള്ള റീസൺ എന്താ? സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് എന്തായിരിക്കും? നിങ്ങളായിരിക്കും അതിനൊരു പേര് കൊടുക്കുന്നത്. അതായത് നമ്മൾ പ്രോഗ്രാമർ ആയിരിക്കും ആ സ്ട്രക്ചറിനെ നെയിം ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഒബ്ജക്ട് ഓറിയന്റഡ് അതേ ക്ലാസ് കൺസെപ്റ്റിനെ നെയിം ചെയ്യുന്ന ആരായിരിക്കും? നമ്മളായിരിക്കും. അപ്പൊ അങ്ങനെ യൂസർ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്ന തരത്തിലുള്ള ഡേറ്റ ടൈപ്പിനെ ആയിരിക്കും നമ്മൾ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ടൈപ്പ് കൺവേർഷൻ ആണ്. ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടൈപ്പ് കൺവേർഷനകത്ത് ഡെഫിനിഷൻ തന്നെ തന്നിരിക്കുന്നത് നോക്കിയേ. ടൈപ്പ് കൺവേർഷൻ is the process of converting a variable from one data type to another. അതായത് നമ്മളിപ്പം ഡേറ്റ ടൈപ്പ് കൊടുക്കുക, വൺ ഡേറ്റ ടൈപ്പ് ടു അനദറിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. ആ ഡേറ്റ ടൈപ്പിനെ കൺവേർട്ട് ചെയ്യണം എന്നുണ്ട്. ഇപ്പൊ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇന്റ്, ഫ്ലോട്ട് അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുകയല്ലേ. അപ്പൊ അതിനെ ഇന്റിനെ ഇപ്പൊ നമുക്ക് ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടൈപ്പ്. അതായത് വൺ ടൈപ്പ് ടു അനദറിലേക്കുള്ള കൺവേർഷൻ ആയിരിക്കും ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്പ് ഇൻ പെർഫോമിംഗ് ഓപ്പറേഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ടൈപ്സ് വിതൗട്ട് കോസിംഗ് എറേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു പ്രോഗ്രാം ചെയ്ത് കാണിക്കാവേ. നമ്മൾ പറഞ്ഞായിരുന്നു ഇന്നലെ ഹാഷിംഗ് എന്തൊക്കെയാണ് ഹെഡർ ഫയൽസ് ഒക്കെ കൊടുക്കുന്നതെന്ന്. ഹാഷ് ഇൻക്ലൂഡ് എന്തായിരുന്നു? IO സ്ട്രീം ഡോട്ട് എച്ച്, ഹാഷ് ഇൻക്ലൂഡ്
കോണിയോ ഡോട്ട് എച്ച്, പിന്നെന്താണ് വോയിഡ് മെയിൻ. ആദ്യം നമുക്ക് ഇന്റ് എ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട്, സെമിക്കോളം കൊടുത്തു. പിന്നെ ഗെറ്റ് സി എച്ച് സെമിക്കോളം കൊടുത്തു. സി ഔട്ടിനകത്ത് അതായത് എ എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിന് എനിക്ക് എന്ത് വേണം, ഒരു വാല്യൂ എനിക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ ആ ഒരു വേരിയബിളിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഒരു എന്റർ, ഒന്നെങ്കിൽ അവിടെ തന്നെ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു എ ഈസ് ഈക്വൽ ടു 10 എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുക്കാൻ പറ്റും. അറിയാലോ, ഇനിഷ്യലൈസേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന ടൈമിൽ തന്നെ അതിന്റെ വാല്യൂ എന്തോ അത് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതല്ല, എനിക്ക് റണ്ണിങ് ടൈമിലാണ് വാല്യൂ വേണ്ടത്, അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താണ് സി ഔട്ട് യൂസ് ചെയ്തിട്ട് എന്റർ എ നമ്പർ എന്ന് പറഞ്ഞു കൊടുക്കുവാണ്. സെമികോളൻ എന്റർ അടിച്ചു. ഇനി അതായത് എന്റർ എ നമ്പർ എന്ന് മാത്രം കൊടുത്തുകൊണ്ട് കാര്യമുണ്ടോ? അതിനെ എനിക്ക് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണ്ടേ. ഞാൻ എന്ത് ചെയ്യണം, സി ഇൻ എന്ന് പറയുന്ന യൂസ് ചെയ്യണം. അതായത് ഇവിടെ സി ഔട്ട് ആണ് കൊടുത്തത്, ഇനി നമുക്ക് എന്താണ് വേണ്ടത്, സി ഇൻ ആണ്. അതായത് കൺസോൾ ഇൻപുട്ട് എന്നായിരിക്കും സി ഇന്നിനെ നമ്മൾ പറയുന്നത്. സി ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, കൺസോൾ ഔട്ട്പുട്ട് എന്നായിരിക്കും നമ്മൾ എന്തിനെ പറയുന്നത്, സി ഔട്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ സി ഔട്ട് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഡിസ്പ്ലേ ഔട്ട്പുട്ട് ഓൺ സ്ക്രീൻ ആണ് എന്തെന്ന് പറഞ്ഞാല് സി ഔട്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടോ. ഇനി നമ്മൾ യൂസ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നത് ഈ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാ. അതായത് സി ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ സ്ക്രീൻ യൂസ്ഡ് ടു ഡിസ്പ്ലേ ദ ഔട്ട്പുട്ട് ഓൺ സ്ക്രീൻ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. അതിന് സി ഔട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെന്താണ്, അപ്പം അത് സി ഔട്ട് കഴിഞ്ഞിട്ട് ഒരു ഓപ്പറേറ്റർ കൊടുത്തിരിക്കുന്ന കണ്ടോ. നിങ്ങൾ നോക്കുമ്പോൾ ആ ഓപ്പറേറ്റർ എന്താണ്, ഒരു ലെസ് ദാൻ ഓപ്പറേറ്റർ പോലെ ഇരിക്കും. പക്ഷെ അതിനെ നമ്മൾ പറയുന്നത് എന്താണ്, ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്നായിരിക്കും ഇതിനെ പറയുന്നത് കേട്ടോ. അതായത് ഈ സി ഔട്ട് കഴിഞ്ഞിട്ട് കിടക്കുന്ന ഈ രണ്ട് സിമ്പിൾ കണ്ടോ, ഇതിനെ നമ്മൾ ഇവിടെ പറയുന്ന പേര് ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്നായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കേണ്ടത്, നമുക്ക് വേണ്ട എന്താണ്, ഔട്ട്പുട്ട് സ്ക്രീനിൽ എന്താണോ ഡിസ്പ്ലേ ചെയ്ത് കാണേണ്ടത് അത് നമ്മൾ പറഞ്ഞു കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, കൺസോൾ ഇൻപുട്ട്, സി ഇൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് യൂസറിൽ നിന്ന് ഇൻപുട്ട് എടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നത്, ഈ സി ഇന്നിനെ യൂസ് ചെയ്യുന്നത്. അതായത് യൂസ്ഡ് ടു ടേക്ക് ഇൻപുട്ട് ഫ്രം യൂസർ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. അന്നപ്പം സി ഇന്ന് ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുക, നമ്മുടെ പർട്ടിക്കുലർ വേരിയബിൾ എന്താ കൊടുത്തിരിക്കുന്നത്, നമ്പർ എൻ്റർ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള എ ആണ്. അപ്പൊ ആ എനെ വേണം അവിടെ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് സെമി കോളം കൊടുത്തേച്ചാൽ മതി. നിങ്ങൾ സിക്കകത്ത് പഠിച്ചത് മാതിരി സ്കാനഫിനകത്ത് ആംപെർസെന്റേജ് ഡി ആംപെർസെന്റ് അതിന്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല. നമ്മുടെ കറസ്പോണ്ടിങ് വേരിയബിൾ ഏതാണോ കൊടുത്തിരിക്കുന്നത് അതിനെ ഇവിടെ കോൾ ചെയ്തേച്ചാൽ മാത്രം മതി. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തു. ഇനി നമുക്ക് എന്താണ്, ഔട്ട്പുട്ട് കിട്ടണ്ടേ. അപ്പൊ സോറി, ഇവിടെ ഞാൻ ആദ്യമേ ഗെറ്റ് സി എച്ച് ആ കൊടുത്തത്, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലായിരുന്നോ? ഗെറ്റ് സി എച്ച് ആണ് ആദ്യമേ കൊടുക്കേണ്ടത്. സി എൽ ആർ എസ് സി ആർ അല്ലേ കൊടുക്കണ്ടേ, ക്ലിയർ സ്ക്രീൻ അല്ലേ കൊടുക്കണ്ടേ. ഗെറ്റ് സി എച്ച് എപ്പോഴാ കൊടുക്കണ്ടേ, ഔട്ട്പുട്ട് കിട്ടുമ്പോഴേക്കും അല്ലേ. ഔട്ട്പുട്ട് സ്ക്രീനിന് വേണ്ടിയിട്ടാണ് ഗെറ്റ് സി എച്ച്. ഇന്നലെ ഞാനൊരു പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു, മറന്നുപോയായിരുന്നോ? കേട്ടോ, ഗെറ്റ് സി എച്ച് ലാസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. അതായത് എനിക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ സ്ക്രീനിൽ കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് കൊടുക്കുന്നത്, ഈ ഗെറ്റ് സി എച്ചിനെ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു നോർമൽ പ്രോഗ്രാം വരുന്നത്. അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുവാണ്. അപ്പൊ റൺ ചെയ്യാൻ കമ്പൈൽ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ Alt+F9 അതേപോലെ തന്നെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് Ctrl+F9 ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ കമ്പൈൽ ചെയ്തു, എറർ ഫ്രീ ആണ്. ഇനി നമുക്ക് എന്താണ്, നെക്സ്റ്റ് നമ്മുടെ റണ്ണിങ് പ്രോസസ്സിലേക്ക് പോകാം. അപ്പൊ കണ്ടോ, എന്റർ എ നമ്പർ, ഞാൻ 2 എന്ന് പറഞ്ഞിട്ട് എന്റർ ചെയ്തു. ഓക്കെ, അത്രേ ഉള്ളൂ സംഭവം വരുന്നത്. അപ്പം ഇതിനകത്ത് എന്റർ എ നമ്പർ കഴിഞ്ഞിട്ട് നമുക്കിപ്പം ഒരു എന്താ സെമി കോളൻ അല്ലെ കോളൻ ഒക്കെ വേണമെന്നിരിക്കട്ടെ. അപ്പൊ ആ കോളൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കൊടുത്താൽ മതി. അപ്പൊ അതുപോലെ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. കണ്ടോ, എന്റർ എ നമ്പർ കഴിഞ്ഞിട്ട് ഒരു കോളൻ വന്നിട്ടുണ്ട്. എനിക്കപ്പോ വേണ്ട നമ്പർ പറഞ്ഞു കൊടുക്കാം. ഇതാണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു എന്ത് വരുന്ന C++ന്റെ പ്രോഗ്രാം വരുന്നത്.
അപ്പൊ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരുന്ന എന്താണ്, ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ടൈപ്പ് കൺവേർഷൻ അതിപ്പോ ഇവിടെ ഞാൻ ഇന്റ് എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഇന്റീജർ എനിക്ക് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയിട്ട് എനിക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടണം. അപ്പൊ അങ്ങനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടൈപ്പ് കൺവേർഷൻ എന്ന് നമ്മൾ പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ടും രണ്ട് ടൈപ്പുകളാണ്, രണ്ട് കാറ്റഗറീസ് ആണ് അതിനകത്ത് വരുന്നത്. ഒന്ന് പറഞ്ഞിരിക്കുന്ന ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ഉണ്ട്. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നിരിക്കുന്ന ഓട്ടോമാറ്റിക് കൺവേർഷൻ എന്നാ. അപ്പൊ ഈ ഓട്ടോമാറ്റിക് കൺവേർഷൻ ആയിരിക്കത്തില്ല ചോദിക്കുന്നത്, ചിലപ്പോൾ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് പേരുകൾ നിങ്ങൾ ഓർത്ത് വെച്ചാണ് കേട്ടോ. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് കൺവേർഷൻ എന്ന് നമ്മൾ പറയും. രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇംപ്ലിസിറ്റും നെക്സ്റ്റ് എന്തായിരിക്കും വരുന്നത്? നെക്സ്റ്റ് ഇത് കണ്ടോ, ടൈപ്പ് കാസ്റ്റിംഗ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളോട് ഷോർട്ട്, അതായത് 5 മാർക്ക് അത് ആ ഒരു രീതിക്കൊക്കെ നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയത് കേട്ടോ, ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക്. അപ്പൊ ഓക്കെ, നമുക്ക് ആദ്യമേ ഇംപ്ലിസിറ്റ് എന്താണെന്ന് നോക്കാം. ഇംപ്ലിസിറ്റ് അല്ലെ ഓട്ടോമാറ്റിക്. അപ്പൊ ഈ ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന പേരിനകത്ത് തന്നെ പറയുന്നുണ്ട് ആരാ ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. അതായത് ഒരു ഇന്റീജർ വാല്യൂവിനെ നമുക്ക് ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി അവിടെ സംഭവിക്കുക ചെയ്യുന്നത്. ആരായിരിക്കും ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്? കമ്പൈലർ ആയിരിക്കും ചെയ്യുന്നത്. കണ്ടോ അവിടെ എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നത്, ഡൺ ഓട്ടോമാറ്റിക്കലി ബൈ ദി കമ്പൈലർ. അതാണ് എന്തെന്ന് പറയുന്നത്, ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. പിന്നെന്താണ് നെക്സ്റ്റ് പോയിന്റ് കൊടുത്തിരിക്കുന്നത്, ഹാപ്പൻസ് വെൻ ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ് യൂസ്ഡ് ഇൻ ആൻ എക്സ്പ്രഷൻ. പിന്നെ ഈ ഒരു കാര്യം നമുക്ക് അവിടെ നടക്കണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ആദ്യത്തെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് സ്മോളർ ഡാറ്റ ടൈപ്പ് ഈസ് കൺവേർട്ടഡ് ടു എ ലാർജർ ഡാറ്റ ടൈപ്പ്, പ്രിവെന്റ് ഡാറ്റ ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇന്റിന് ഫ്ലോട്ടിനൊക്കെ എന്താണ് ഒരു പർട്ടിക്കുലർ സൈസ് വരുന്നുണ്ട്. 2 ബൈറ്റ് 4 ബൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഓരോ സൈസുകളുണ്ട്. അപ്പം ആ ഒരു സൈസിന്റെ ബേസിലാണ് സ്മോൾ ഡാറ്റ ടൈപ്പ് ടു ലാർജ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു സ്മോളർ ഡാറ്റ ടൈപ്പിനെ ലാർജിലേക്ക് മാത്രമേ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കൺസെപ്റ്റിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് ടൈപ്പ് കൺവേർഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത് കണ്ട് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നേ, ഇന്റ് എ ഇസ് ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട്, 5 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഫ്ലോട്ട് ബി ഇസ് ഈക്വൽ ടു എന്തെന്ന് തന്നിരിക്കുന്നത്, 2.5 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നോർമൽ കേസിൽ നമുക്ക് എററുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതായത് ആദ്യമേ ഒരു ഫ്ലോട്ട് ബിയും താഴെ ഒരു ഇന്റ് എയും ആണെന്നുണ്ടെങ്കിൽ അത് മേ ബി എറർ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതല്ല, ആദ്യം ഇന്റ് ആണ്, ഇന്റിന്റെ സൈസ് കുറവാണ്, അതിലേക്കാളും സൈസ് കൂടിയതാണ് ഫ്ലോട്ട് ബി. അപ്പൊ ഈ ഒരു എക്സിക്യൂഷൻ എന്ന് പറയുന്നത് നോർമലി നടന്നോളും. ഇതുണ്ട് ഫ്ലോട്ട് സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കൊടുത്തിരിക്കുക. അപ്പം എ എന്ന് പറയുന്നതിന്റെ വാല്യൂന് ഓട്ടോമാറ്റിക്കലി എന്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓട്ടോമാറ്റിക് നടക്കുന്ന കൺവേർഷൻ ആണ് നമ്മുടെ ഈ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ റൂള് തന്നിരിക്കുന്നുണ്ടോ, നമ്മൾ വാല്യൂസ് കൊടുക്കുമ്പോൾ എങ്ങനെയാ കൊടുക്കണ്ടേ, ഒന്നെങ്കിൽ ക്യാർ ഷോർട്ട് ഇൻഡ് ടു ഫ്ലോട്ട് ഡബിൾ, അങ്ങനെ ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു രീതിക്കായിരിക്കും നമ്മുടെ ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത് നടക്കുന്നത്. ലോവർ ടു ഹയർ ടൈപ്പ് കൺവേർഷൻ ഹാപ്പൻസ് ഓട്ടോമാറ്റിക്കലി, അല്ലാതെ ഹയറിനെ ലോവറിലേക്ക് ഒരിക്കലും കൺവേർട്ട് ചെയ്യത്തില്ല. ലോവർ ടു ഹയർ ആയിരിക്കും എന്ത് നടക്കുന്നത്, ഈ പറഞ്ഞ ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്ന കാര്യം നടക്കുന്നത്. അപ്പൊ ആ ടൈപ്പ് കൺവേർഷൻ ലോവർ ടു ഹയറിലേക്കുള്ള ആ ഫ്ലോ എങ്ങനെയാണെന്ന്, അതായത് ഏറ്റവും കൂടിയ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ടൈപ്പ് ഏതാണ്, നെക്സ്റ്റ് എന്താണ് ആ ഒരു ഫ്ലോ ആണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോണം, ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കൺസെപ്റ്റ് വരുന്നത്. ഞാനിവിടെ ആ പ്രോഗ്രാമിനകത്ത് കണ്ട പോലെ കൊടുക്കും. അപ്പൊ ഞാനിവിടെ a is equal to 2 കൊടുത്തു, പ്ലോട്ട് b is equal to 2.5 എന്ന് കൊടുത്തു, സെമികോളൻ, പിന്നെ CLR SCR. അതിനുശേഷം പ്ലോട്ട് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പ്ലോട്ട്
അതായത് ഓൾറെഡി തന്നിരിക്കുന്ന ഒരു വാല്യൂ എന്ന് പറയുന്ന ഇന്റ് ആണ്. അപ്പൊ വീണ്ടും എനിക്ക് ഫ്ലോട്ട് സി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. എന്ത് തന്നെ കൊടുക്കണം? ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ സൈസിലുള്ളതിനെയാണ്. അപ്പൊ നെക്സ്റ്റ് എന്ത് കൊടുക്കണം? അതിനേക്കാളും ലാർജ് ആയിട്ടുള്ള ഒരു സൈസ് കൊടുക്കണം. അതുകൊണ്ട് ഫ്ലോട്ട് സിയിലേക്ക് വേണം ഞാൻ എന്ത് കൊടുക്കാൻ? ഇതിന്റെ അഡീഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ. അപ്പം എ സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് ഞാൻ കൊടുക്കുക. കണ്ടോ? എ പ്ലസ് ബി എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി സി ഔട്ടിനകത്ത് എനിക്ക് പെർഫോം ചെയ്യണ്ടേ, അതായത് ഇങ്ങനെ വെറുതെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുവോ? ഞാൻ വെറുതെ സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞു കൊടുത്തു എന്നുണ്ടെങ്കിൽ അതിന്റെ എക്സിക്യൂഷൻ നടക്കത്തില്ല. സി ഔട്ടിനകത്ത് പറഞ്ഞു കൊടുക്കണം. സി ഔട്ടിനകത്ത് എങ്ങനെ പറഞ്ഞു കൊടുക്കണം? നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ സി പഠിച്ചപ്പം വെറുതെ സ്കാൻഎഫ് കൊടുത്തു കഴിഞ്ഞാൽ പെർഫോം ചെയ്തില്ല. സി ഔട്ടിനകത്ത് നിങ്ങൾ ആ പർട്ടിക്കുലർ വാല്യൂനെ വീണ്ടും റീഡ് ചെയ്തെങ്കിൽ മാത്രമേ അത് എക്സിക്യൂഷൻ നടക്കത്തുള്ളൂ. അതേമാതിരി തന്നെയാണ് ഇവിടെ. അപ്പൊ ഞാൻ ഇവിടെ അഡീഷൻ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ആഡ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. എന്നിട്ട് എന്താണ് എന്റെ ഓപ്പറേറ്റർ ഞാൻ യൂസ് ചെയ്തു. അതിനുശേഷം എന്തിനെ വിളിക്കുക? എവിടെയാണ് എന്റെ വാല്യൂ ഇപ്പൊ നിലവിലിരിക്കുന്നത്? സിക്കകത്താണ്. അപ്പൊ ആ സീനെ ഞാൻ അവിടെ കോൾ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആൾട്ട് എന്ത് കൊടുക്കുക? F9 കൊടുക്കുക. പ്ലസ് എനിക്ക് കൺട്രോൾ F9. കണ്ടോ? ആഡ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വന്നു? 4.5 എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് വന്നത് കണ്ടോ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓട്ടോമാറ്റിക് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇവിടെ ഇന്റ് ആക്കി കൊടുത്തു. അതായത് ഫ്ലോട്ട് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്നുള്ള സ്ഥാനത്ത് ഇന്റ് സി എന്ന് ഞാൻ കൊടുത്തേ. ഇനി ഞാനതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കാം. അപ്പൊ ഇതുകൊണ്ട് ഇവിടെ സക്സസ്ഫുള്ളി കമ്പൈലേഷൻ ഒക്കെ നടന്ന് എറേഴ്സ് ഒന്നും കാണിച്ചില്ല. ഇവിടെ ആഡ് ഈസ് ഈക്വൽ ടു എന്തെന്നാ വന്നേ? 4 എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ ഈ വന്ന റിസൾട്ട് ശരിയാണോ? റിസൾട്ട് വൈസ് നോക്കുമ്പോൾ റിസൾട്ട് ശരിയാണോ? പോയിന്റ്, അതായത് 4.5 എന്നല്ലേ നമുക്ക് റിസൾട്ട് കിട്ടേണ്ടത്. അപ്പൊ അതാണ് ഇതിനകത്ത് വരുന്ന എറർ കേട്ടോ. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്ന ഫ്ലോട്ട് ആണ്. അപ്പൊ അതിലേക്കാണ് നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടേണ്ടത്. അപ്പൊ ആ ഒരു ഇതിലേക്ക് തന്നെ, ആ ഫ്ലോട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ വേണം നമ്മുടെ റിസൾട്ടിനെ നമ്മൾ എന്ത് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്? സ്റ്റോർ ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ ഓട്ടോമാറ്റിക് ടൈപ്പ് കൺവേർഷനകത്ത് നടക്കുന്നത്. ഇനി നമ്മുടെ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ആണ് വരുന്നത്. എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടോ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡൺ മാനുവലി ബൈ ദ പ്രോഗ്രാമർ യൂസിങ് ടൈപ്പ് കാസ്റ്റിംഗ് ഓപ്പറേറ്റേഴ്സ്. അതായത് അതെന്താണ്? തൊട്ട് മുന്നേ കണ്ടതിനകത്ത് കമ്പൈലർ ആയിരുന്നു ആ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത്, അതായത് ഓട്ടോമാറ്റിക്കലി ആയിരുന്നു. പക്ഷെ ഈ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനകത്ത് ആരായിരിക്കും ഈ പെർഫോം ചെയ്യുന്നത്? ആരായിരിക്കും പെർഫോം ചെയ്യുന്നത്? മാനുവലി ആയിരിക്കും. അതായത് പ്രോഗ്രാമർ തന്നെ പറഞ്ഞു കൊടുക്കുമായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സിൻടാക്സ് കണ്ടോ? ടൈപ്പ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ സിൻടാക്സ് വരുന്നത്. ഇവിടെ ഒരു കോഡ് സെഗ്മെന്റ് തന്നിട്ടുണ്ട്, എങ്ങനെയാണെന്ന് നോക്കിക്കോണം. അപ്പൊ ഇത് ഇവിടെ കണ്ടോ? എക്സാമ്പിൾ ഡബിൾ എക്സ് ഈക്വൽ ടു 10.75 എന്ന് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് എനിക്ക് എന്താ വേണ്ടത്? ഇന്റ് വൈ എന്നാ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇന്റ് വൈ അതായത് ഇന്റീജറിലേക്ക് എനിക്ക് എന്തിനെ കൺവേർട്ട് ചെയ്ത് കിട്ടണം? ഡബിളിനെ കൺവേർട്ട് ചെയ്തിട്ട് കിട്ടണം. അപ്പൊ എങ്ങനെ പറഞ്ഞു കൊടുക്കണം? ഇന്റ് വൈ ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കുക? എനിക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടേണ്ടത്? ഇന്റിലേക്ക്. ഇന്റ് ഓഫ് ആ കറസ്പോണ്ടിങ് വേരിയബിൾ, അതായത് ഡബിളിന് കൊടുത്തിരുന്ന ഏതാണോ വേരിയബിൾ, ആ വേരിയബിൾ ഇവിടെ പാസ് ചെയ്യുക. ഏതാ വേരിയബിൾ? എക്സ്. ഇങ്ങനെ ആയിരിക്കും നമ്മൾ എന്തിനെ കൺവേർട്ട് ചെയ്യുന്നത്? എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. തൊട്ട് മുന്നേ എക്സാമ്പിൾ തന്നിരിക്കുന്നുണ്ട്. ടൈപ്പും നമ്മുടെ എക്സ്പ്രഷനും ആണ് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ടൈപ്പ് മീൻസ് നമ്മുടെ ഡേറ്റ ടൈപ്പ്, അതിന്റെ കറസ്പോണ്ടിങ് ഏത് എക്സ്പ്രഷൻ ആണോ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്നത്, അതായത് നമ്മുടെ ഐഡന്റിഫയർ ഇല്ല അല്ലെ, വേരിയബിൾ ഇല്ലേ, അതായത് നമ്മുടെ ഡേറ്റ ടൈപ്പിന്റെ കൂടെ ഏതാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് വേണം ഇവിടെ പാസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ പുതിയതായിട്ട് നമുക്ക് ഏത് ടൈപ്പിലേക്കാണോ കൺവേർട്ട് ചെയ്ത് കിട്ടേണ്ടത് പ്ലസ് എന്താണ് കൊടുക്കുക? ആ തൊട്ട് മുന്നത്തെ നമ്മുടെ വേരിയബിൾ ആണ് പാസ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് മാനുവലി നമ്മൾ ഒരു സിൻടാക്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ നമ്മൾ പെർഫോം ചെയ്യുന്നത്.
അപ്പം ഇത്രയാണ് നമ്മുടെ എന്തിനകത്ത് വരുന്നത്. അപ്പൊ ഇതാണ്ട് ഇവിടെ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ട് യൂസ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാമിനകത്ത് രണ്ട് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് കണ്ടോ. ഇന്റ് മെയിൻ ഇതിനകത്ത് ഇന്റ് എ ഈസ് ഈക്വൽ ടു 5 ഉണ്ട്, ഡബിൾ ഡി ഈസ് ഈക്വൽ ടു 2.3 ഉണ്ട്. ഡബിളിനകത്താണ് നമ്മൾ റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. കാരണം എന്താണ്, ഇന്റിനേക്കാളും ലാർജർ സൈസ് എന്തിനാണ് വരുന്നത്, ഡബിളിനാണ്. അപ്പൊ ഡബിൾ റിസൾട്ട് എന്ന് കൊടുത്തു. അപ്പൊ റിസൾട്ട് ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കുക, A+B. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി അവിടെ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ നടന്നോളൂ. പിന്നെ സി ഔട്ടിനകത്ത് നമ്മൾ ആ റിസൾട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. പിന്നെ വീണ്ടും എനിക്ക് എന്താണ് ആ റിസൾട്ട്, അതായത് റിസൾട്ടിനെ എനിക്ക് എന്തിലേക്ക് കിട്ടണം, ഇന്റിലേക്ക് എനിക്ക് കൺവേർട്ട്, അതായത് ഇതുകൊണ്ട് ഒരു എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാ ചെയ്യേണ്ടത്, ഇന്റ് എക്സ് ഈക്വൽ ടു, അതായത് ഡബിളിനെ എനിക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടണം, ഇന്റിലേക്ക്. കണ്ടോ, ഇൻറ്റോ എന്തെന്ന് പറഞ്ഞു കൊടുക്കാം, ആ ഡബിൾ ആയിട്ട് കൊടുത്തിരുന്ന കറസ്പോണ്ടിങ് വേരിയബിൾ എന്താണോ അതിവിടെ പാസ് ചെയ്യാം. അതാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ അല്ലെ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആഫ്റ്റർ കാസ്റ്റിംഗ് നമ്മുടെ ആ ഒരു വേരിയബിളിനെ നമ്മൾ കോൾ ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ടൈപ്പ് കാസ്റ്റിംഗ് അല്ലെ ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഇതിന് എക്സാമ്പിൾസ് ഒന്നും തന്നിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് കാണിച്ചു തന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്. മാം ഈ നോട്ട്സ് ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാമോ? ഷെയർ ചെയ്തേക്കാം. നെക്സ്റ്റ് വേരിയബിൾസിന്റെ കേസാണ് പറയുന്നത്. അപ്പൊ വേരിയബിൾ എന്താണെന്നൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മളിപ്പം തൊട്ട് മുന്നേ ഒരു പ്രോഗ്രാം കണ്ടില്ലായിരുന്നു. അപ്പൊ അതിനകത്ത് ഇന്റെ എ ഈക്വൽ ടു 10, ഇന്റെ ബി ഈക്വൽ ടു 20 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം അതെന്താണ്, അതിനെ എന്താണ് നമ്മൾ പറയുന്നത്, എ ഈക്വൽ ടു 10, 20 എന്നൊക്കെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ വേരിയബിൾസ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ വേരിയബിൾസിന് നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈപ്പും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു വ്യത്യാസമുള്ളൂ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലിറ്ററൽസ് ഓർ കോൺസ്റ്റന്റ്. അപ്പൊ ഈ ലിറ്ററൽസ് ഓർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം, കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതായത് നമുക്ക് ത്രൂ ഔട്ട് ഒരു പ്രോഗ്രാമിൽ ഒരു വാല്യൂ അങ്ങനെ തന്നെ വേണം, അതായത് ആ വാല്യൂ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പൊ അങ്ങനെയുള്ള വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കൺസെപ്റ്റ്, അതിനെയാണ് ലിറ്ററൽസ് ഓർ കോൺസ്റ്റന്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്, എ നമ്പർ which does not change its value during execution of a program is known as constant or literals. ത്രൂ ഔട്ട് ആ വാല്യൂ അങ്ങനെ തന്നെ ആയിരിക്കണം, ആ വാല്യൂ ഒരിക്കലും ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പൊ അത്തരത്തിലുള്ള കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലിറ്ററൽസ് ഓർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ സിൻടാക്സ് തന്നിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, അതിന് നമ്മളൊരു കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റ്, CONST, കോൺസ്റ്റ് ഫ്ലോട്ട് പൈ. നമ്മുടെ പൈയുടെ വാല്യൂ നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുക, പൈ ഈസ് ഈക്വൽ ടു 3.1215 എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഒരു വാല്യൂ നമുക്ക് ത്രൂ ഔട്ട് അങ്ങനെ തന്നെ വേണം, അതിന്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ആവരുത്. അപ്പൊ അങ്ങനെ ഒരു വാല്യൂ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ കീവേഡ് ആണ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ലിറ്ററൽസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ യൂസ് ചെയ്യുന്ന കീവേഡ് എന്ന് പറയുന്ന കോൺസ്റ്റ് എന്ന് പറയുന്ന കീവേഡ് ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് ഇവിടെ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ലോക്കൽ വേരിയബിൾ ഗ്ലോബൽ വേരിയബിൾ എന്നുള്ള ഒരു കൺസെപ്റ്റിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു പ്രോഗ്രാം ഒരു കോഡ് സെഗ്മെന്റിൽ തന്നിരിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് കാണുന്നുണ്ട് നിങ്ങൾ ഗ്ലോബൽ വേരിയബിൾ ലോക്കൽ വേരിയബിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്താ ഈ ഗ്ലോബൽ വേരിയബിൾ ലോക്കൽ വേരിയബിൾ എന്നൊക്കെ പറഞ്ഞാലോ, ഇവിടെ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ കാണാം മെയിൻ ഫംഗ്ഷന് മേലെ കുറച്ച് വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഡിക്ലറേഷൻ നമ്മുടെ എന്താ ഹെഡർ ഫയൽസിന്റെ മെയിൻ ഫംഗ്ഷന്റെ ഇടയിൽ, അപ്പം അതിന്റെ ഇടയ്ക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്ലോബൽ വേരിയബിൾ എന്ന് നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മെയിൻ ഫംഗ്ഷനുള്ളിൽ നമ്മൾ കുറച്ച് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിരിക്കും. അതായത് ഇത്
അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്ലോബൽ വേരിയബിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾസ് നമ്മൾ ഗ്ലോബൽ ആയിട്ട് കൊടുക്കും. അതായത് മെയിൻ ഫംഗ്ഷന് മുന്നേ നമ്മുടെ ഈ പറഞ്ഞ ഹെഡർ ഫയൽസിന്റെ കൂട്ടത്തിലാണ് ഡിക്ലെയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒരു പ്രോഗ്രാമിനകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന്റെ ആക്സസിബിലിറ്റി ഉണ്ട്. അതേസമയം നമ്മൾ ഇങ്ങനെ ഒരു മെയിൻ ഫംഗ്ഷൻ ഉള്ളിലാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഏത് ഫംഗ്ഷൻ ഉള്ളിലാണോ വേരിയബിൾ കിടക്കുന്നത് ആ ഫംഗ്ഷന് മാത്രമേ ആ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോക്കൽ വേരിയബിൾസ് എന്ന് നമ്മൾ പറയുന്നത്. അതാണ് ഗ്ലോബൽ ആൻഡ് ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത് കേട്ടോ. ഇത് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും അതിന് ആക്സസിബിലിറ്റി ഉണ്ട്. ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫംഗ്ഷനിലാണോ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ആ ഫംഗ്ഷന് മാത്രമേ എന്തിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ, നമ്മുടെ ലോക്കൽ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റേഴ്സ് ഇൻ C++ ആണ്. അപ്പൊ ഓപ്പറേറ്റേഴ്സ് ഇൻ C++ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് C++നകത്ത് നമ്മൾ പല ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സിക്കകത്തും ഓപ്പറേറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു ഓപ്പറേറ്റേഴ്സ്? അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ്, റിസിഡൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ്, സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് എസ്കേപ്പ് സീക്വൻസ്. അങ്ങനെ 6 ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണ് എവിടെ വരുന്നത്, നമ്മുടെ C++നകത്ത് വരുന്നത്. അപ്പൊ അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ്. അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് അതെന്താണ് പെർഫോം ചെയ്യുന്നത്, അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സിനകത്ത് വരുന്നതാണ് പ്ലസ്, മൈനസ്, സ്റ്റാർ, ഡിവിഷൻ, മോഡ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇതാണ്ട് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ ഒന്ന് നോക്കിക്കേ. എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേബിൾ തന്നെയാണ്. അപ്പം ഓരോന്നിന്റെ മീനിങ് എന്താണെന്നുള്ളത് അതിനൊരു എക്സാമ്പിളും ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അതേപോലെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം, അതായത് റിലേഷൻ ബിറ്റ്വീൻ എന്താണ് ടു ഓപ്പറാൻഡ്സ് ആയിരിക്കും എന്തിനകത്ത് വരുന്നത്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനകത്ത് വരുന്നത്. അപ്പൊ എന്താ, ഈക്വൽ ടു, അതേപോലെ നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പൊ ഈ പറഞ്ഞ ഓപ്പറേറ്റേഴ്സ് ഒക്കെ നമുക്ക് ഇനി പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന കേട്ടോ. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ മീനിങ്ങുകളും എന്താണ് അത് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതും ഒക്കെ ഒന്ന് നോക്കി വെക്കുക. അതായത് റിലേഷൻ, രണ്ട് വാല്യൂസ് തമ്മിലുള്ള റിലേഷനെ കൺസിഡർ ചെയ്യാൻ വേണ്ടി അല്ലെ അത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്ന ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. അതായത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൂളിയൻ ഓപ്പറേഷൻസ് ഇല്ല, അതായത് ട്രൂ ഓർ ഫോൾസ് എന്നുള്ള ഒരു കാര്യം, ആ ഒരു കാര്യം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോജിക്കൽ ആൻഡ് ഉണ്ട്, ലോജിക്കൽ ഓർ ഉണ്ട്, ലോജിക്കൽ നോട്ട് ഉണ്ട്. അപ്പൊ ആ ഒരു ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കാരണം ഒരു ബ്രാക്കറ്റിന് പുറത്ത് ആദ്യം എന്ത് കൊടുക്കുക, ലോജിക്കൽ നോട്ട് കൊടുത്തു, എന്നിട്ട് 5 = 5, അതായത് ഇവാലുവേറ്റ് ടു ഫാൾസ് ബിക്കോസ് ഇത് എക്സ്പ്രഷൻ ഇറ്റ് ഈസ് റൈറ്റ്, 5 = ട്രൂ. അതായത് നമ്മൾ ഒരു എക്സ്പ്രഷൻ അവിടെ കൊടുക്കുന്നുണ്ട്, ആ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻ ട്രൂ ഓർ ഫോൾസ് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഈ പറഞ്ഞ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു ടേബിൾ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് വേണ്ട ആൻഡ് ഓപ്പറേറ്റർ ഓർ ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ റിസൾട്ട് വരുന്ന എങ്ങനെ ആയിരിക്കും എന്നാണ് തന്നിരിക്കുന്നത്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്പറാൻഡ് എയും ബിയും
ട്രൂ ആണെങ്കിൽ മാത്രമായിരിക്കും ഈ ആംബേഴ്സിന്റെ ഓപ്പറേറ്ററിനകത്ത് അല്ലെങ്കിൽ ലോജിക്കൽ ആൻഡിനകത്ത് നമ്മുടെ റിസൾട്ട് ട്രൂ ആയിട്ട് വരുന്നത്. ഇനി ഒരു ഓപ്പറാൻഡ് ട്രൂ ഒന്ന് ഫോൾസും ആണെങ്കിൽ റിസൾട്ട് എന്തായിട്ടേ വരുള്ളൂ, ഫോൾസ് ആയിട്ടേ വരുള്ളൂ. അതേപോലെ തന്നെ ഫസ്റ്റ് ഓപ്പറാൻഡ് ഫോൾസ് സെക്കൻഡ് ട്രൂ ആണെങ്കിലും റിസൾട്ട് എന്തേ വരുള്ളൂ, ഫോൾസേ വരുള്ളൂ. അതേപോലെ തന്നെ തേർഡ് കേസിൽ രണ്ട് ഫോൾസ് ആണെങ്കിലും റിസൾട്ട് ഫോൾസ് ആയിട്ട് വരുന്നത്. ഏത് കേസിൽ? ലോജിക്കൽ ആൻഡിന്റെ കേസിൽ. അതേസമയം ഓർ ഓപ്പറേറ്ററിന്റെ കേസിൽ നോക്കിക്കേ, ഓർ ഓപ്പറേറ്ററിന്റെ കേസിൽ നമ്മുടെ രണ്ട് ഓപ്പറാൻഡ് ട്രൂ ആണെങ്കിൽ റിസൾട്ട് ട്രൂ ആയിരിക്കും. ഫസ്റ്റ് ഓപ്പറാൻഡ് ട്രൂവും സെക്കൻഡ് ഓപ്പറാൻഡ് ഫോൾസും ആണെങ്കിൽ റിസൾട്ട് ട്രൂ ആയിരിക്കും. പിന്നെ ഫസ്റ്റ് ഓപ്പറാൻഡ് ഫോൾസും സെക്കൻഡ് ഓപ്പറാൻഡ് ട്രൂ ആണെങ്കിൽ റിസൾട്ട് നമുക്ക് ട്രൂ തന്നെ ആയിരിക്കും. രണ്ടും എപ്പോഴാണോ ഫോൾസ് ആയിട്ട് വരുന്നത് അപ്പം മാത്രമേ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്ന ഫോൾസ് ആയിട്ട് ഏത് കേസിൽ വരുള്ളൂ, നമ്മുടെ ഓർ ഓപ്പറേറ്ററിന്റെ കേസിൽ വരത്തുള്ളൂ. ഇനി നമുക്ക് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോഡിഫൈഡ് ബിറ്റ്സ് ഓഫ് എ ബൈനറി പാറ്റേൺ, അതായത് നമ്മുടെ നോർമൽ ആൻഡ് ഓർ എക്സോർ അങ്ങനെയുള്ളതില്ലേ, അപ്പൊ അങ്ങനെയുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് ബൈനറി പാറ്റേൺസിനെയൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിലായിരിക്കും നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നത്, ഈ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന പ്രിസിഡൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പൊ പ്രിസിഡൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്, അതായത് നമുക്ക് ചിലപ്പോ ഒരു ഓപ്പറേഷനകത്ത് ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നോർമലി ഒരു കൺഫ്യൂഷൻ വരും, ഏത് ഓപ്പറേഷൻ ആയിരിക്കും ആദ്യം പെർഫോം ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഏതാണ് ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, ഏതാണ് നെക്സ്റ്റ് വരുന്നത്, അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞിരിക്കുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രിസിഡൻസ് ഓപ്പറേറ്റർ എന്ന് നമ്മൾ പറയുന്നത്. വിച്ച് ഓപ്പറേറ്റർ ഈസ് ഇവാലുവേറ്റ് ഫസ്റ്റ്, അതാണ് പ്രിസിഡൻസ് ഓപ്പറേറ്ററിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിനെയാണ് നമ്മൾ പ്രിസിഡൻസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഇവിടെ ടേബിൾ തന്നിട്ടുണ്ട്, ഓരോ ഓപ്പറേറ്റേഴ്സിന് ഏത് ഓപ്പറേറ്ററിനാണ് ഫസ്റ്റ് പ്രിഫറൻസ് എന്നുള്ള രീതിക്ക് ഇവിടെ ഇത് കണ്ടോ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചോണം. ഇത് എക്സാമിനേക്ക് നല്ല പറയുന്നത് എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ പ്രിസിഡൻസ് ഓഫ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ അല്ലെ എവിടെ ഒരു ഇതേപോലെ കുറെ ഓപ്പറേഷൻസ് കമ്പൈൻ ചെയ്തിട്ട് വരുമ്പോൾ ഏത് ഓപ്പറേറ്റർ ആണ് ആദ്യം പെർഫോം ചെയ്യേണ്ടത് എന്ന് എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇത് എപ്പോഴും ഈ ഒരു ടേബിൾ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഏറ്റവും ഹൈ പ്രിസിഡൻസ് എന്ന് പറയുന്നത് വരുന്നത് ഏത് ഓപ്പറേറ്ററിനായിരിക്കും, ഇത് കണ്ട് ഈ രണ്ട് കോളം തന്നിരിക്കുന്ന ഫസ്റ്റ് തന്നിരിക്കുന്ന ഈ ഒരു ഓപ്പറേറ്റർ, ഇതിനെ നമ്മൾ പറയുന്ന സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ ഹൈ പ്രിസിഡൻസ് വന്നിരിക്കുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഈ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ഓരോന്നും വരുന്നത്. അപ്പൊ ആ ടേബിൾ എപ്പോഴും ഒന്ന് നോക്കി വെച്ചോണം കേട്ടോ. ഇനി പിന്നെ നമുക്ക് കുറച്ച് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ആ സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സിനകത്ത് വന്നിരിക്കുന്നതാണ് നമ്മുടെ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ, ഡിക്രിമെന്റ് ഓപ്പറേറ്റർ, പിന്നെ നമ്മുടെ സൈസ് ഓഫ് ഓപ്പറേറ്റർ, കോമോ ഓപ്പറേറ്റർ, അതൊക്കെയാണ് എന്തിനകത്ത് വരുന്നത്, നമ്മുടെ സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സിനകത്ത് വരുന്നത്. ഇതുണ്ട് ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. അപ്പൊ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് അറിയാലോ, നമുക്കിപ്പോ ഒരു വാല്യൂവിനെ ഇൻക്രിമെന്റ് ചെയ്യാനും ആ വാല്യൂവിനെ ഡിക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ. പിന്നെ സൈസ് ഓഫ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, സൈസ് ഓഫ് ക്യാരക്ടർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാരക്ടർ എന്ന് പറയുന്ന ഈ ഡേറ്റ ടൈപ്പിന്റെ സൈസ് എത്രയാണോ അതായിരിക്കും അവിടെ റിട്ടേൺ ചെയ്ത് തരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പർട്ടിക്കുലർ ഡേറ്റ ടൈപ്പിന്റെ സൈസ് അല്ലെങ്കിൽ അത് റിട്ടേൺ ചെയ്യണമെന്നുണ്ട്, ഒരു വാല്യൂവിന്റെ സൈസ് എത്രയാണോ അതിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്ററിനെയാണ് നമ്മൾ സൈസ് ഓഫ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതായത് വി നോ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് കോൺസ്റ്റന്റ് എക്സെട്ര റിക്വയർ ഡിഫറെന്റ് എമൗണ്ട് ഓഫ് മെമ്മറി ടു സ്റ്റോർ ദം. അതായത് ഇതേപോലെ ഓരോന്നിനും എന്തായിരിക്കും ഡിഫറെന്റ് എമൗണ്ട് ആയിരിക്കും എന്ത് വേണ്ട, അതിന്റെ മെമ്മറി വേണ്ടത്. അപ്പൊ ആ മെമ്മറി എത്രയാണോ വേണ്ടത് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഓപ്പറേറ്ററിനെയാണ് നമ്മൾ സൈസ് ഓഫ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി കോമ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് രണ്ട് എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് വരും. അപ്പൊ അതിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, കോമ ഓപ്പറേറ്റർ. അപ്പൊ ഇവിടെ നോക്കി ഇന്റ് I = 20, J = 25. അപ്പൊ എന്താണ്, രണ്ട് വേരിയബിൾസും എന്താണ് ഇന്റീജർ ആണ്. അപ്പൊ അതിനെ നമുക്ക് എന്താണ് ഒരു സിംഗിൾ ലൈനിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്ത് യൂസ് ചെയ്തിട്ട്, കോമ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് സിംഗിൾ ലൈനിൽ കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററിനെയാണ് നമ്മൾ കോമ ഓപ്പറേറ്റർ എന്ന് നമ്മൾ പറയുന്നത്. ഇനി എസ്കേപ്പ് സീക്വൻസ്. എസ്കേപ്പ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. / യൂസ് ചെയ്തിട്ട് /A, പിന്നെ എന്താ /N നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ന്യൂ ലൈന് വേണ്ടിയിട്ട്, പിന്നെ /T ടാബിന് വേണ്ടിയിട്ടൊക്കെയുള്ള. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അതായത് ഫോളോഡ് ബൈ എ / വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള എല്ലാത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയുന്നത്.
ഇനി നെക്സ്റ്റ് വരുന്നതാണ് പങ്ക്ച്വേറ്റേഴ്സ്. അതായത് പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പ്രോഗ്രാമിന്റെ റീഡബിലിറ്റി അല്ലെ മെയിൻറ്റനബിലിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് കൺസെപ്റ്റുകൾ അല്ലെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുണ്ട് ബ്രാക്കറ്റുകൾ, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റുകൾ, പാരന്തസിസ്, ബ്രേസസുകൾ, കോമാസ്, സെമി കോളൻ, കോളൻ, പിന്നെ ഈ ആസ്ട്രിക് സിമ്പിൾ, ഈക്വൽ സിമ്പിൾ, പൗണ്ട് സിമ്പിൾ ഒക്കെ നമ്മുടെ പ്രോഗ്രാമിനകത്ത് വരുന്നുണ്ട്. ഇതേപോലെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ബ്രേസസിനെയും പാരന്തസിസിനെയും ബ്രാക്കറ്റ്സിനെയും ഒക്കെ നമ്മൾ പറയുന്ന പേരാണ് പങ്ക്ച്വേറ്റേഴ്സ് എന്ന് വരുന്നത് കേട്ടോ. അതൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാമിങ്ങിനകത്ത് വരുന്ന C++ പ്രോഗ്രാമിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതൊക്കെ കോമൺ ആയിട്ട് നോക്കി വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നതാണ് കൺട്രോൾ സ്ട്രക്ചേഴ്സ്. ഈ കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? കൺട്രോൾ സ്ട്രക്ചേഴ്സിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നതാണ് ഏതൊക്കെ? സെലക്ഷൻ ഓർ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ട്, ഐട്രേഷൻ ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്, ബ്രേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. ഇതുണ്ട് ഈ ഒരു സെക്ഷനിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻ C++ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ദ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ഫോളോയിങ് 3 കാറ്റഗറീസ്. ഏതൊക്കെ? സെലക്ഷൻ ഓർ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്, ഐട്രേഷൻ ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഓർ ബ്രേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അത് ഓരോന്നും എന്താണ് എങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റ് നമുക്ക് നോക്കാവേ. അപ്പൊ ആദ്യം നമുക്ക് വന്നിരിക്കുന്ന സെലക്ഷൻ ഓർ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. സെലക്ഷൻ ഓർ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദിസ് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ദ എക്സിക്യൂഷൻ ഓഫ് എ ബ്ലോക്ക് ഡിപ്പെൻഡ് ഓൺ ദി നെക്സ്റ്റ് കണ്ടീഷൻ. അതായത് ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ളതിനാണ് ഇത് സെലക്ഷൻ ഓർ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് അതിനകത്ത് മെയിൻ ആയിട്ടും പല ക്ലാസിഫിക്കേഷൻ നമുക്ക് വരുന്നുണ്ട്. ഇഫ് ഉണ്ട്, ഇഫ് എൽസ് ഉണ്ട്, നെക്സ്റ്റഡ് ഇഫ് ഉണ്ട്, സ്വിച്ച് കേസ് നമുക്ക് വരുന്നുണ്ട്. അപ്പം ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എക്സിക്യൂട്ട് എ ബ്ലോക്ക് ഓഫ് കണ്ടീഷൻ ഈസ് ട്രൂ. അതായത് അവിടെ എന്താണ്? നമുക്കൊരു കണ്ടീഷനേ ഉള്ളൂ, അത് ട്രൂ ആണോ എന്ന് മാത്രമേ നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നുള്ളൂ. അത് അവിടെ എന്താണ്? ഒരു ഫോൾസ് കേസ് വരുന്നില്ല. അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇഫിന്റെ സിൻടാക്സ് തന്നിരിക്കുന്നുണ്ടോ? ഇഫിനകത്ത് ഒരു എക്സ്പ്രഷൻ അല്ലെ, എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളവിടെ കണ്ടീഷൻ എന്താണ് അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ എന്താണ് അതിന്റെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ കണ്ടീഷനുമായിട്ട് കറസ്പോണ്ട് ചെയ്തിട്ടുള്ള അതിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടല്ലോ, അത് നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിൻടാക്സ് ഓഫ് അല്ലെ ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഈ നമ്മുടെ പ്രോഗ്രാം ട്രൂ ആണെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ റിസൾട്ട് അവിടെ കാണിച്ചു തരും. ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടോ? ഹാഷ് ഇൻക്ലൂഡ് iostream.h മെയിനകത്ത് ഇന്റെ a, b എന്ന് പറഞ്ഞിട്ട് രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. a is equal to 10, b is equal to 20. ഇഫിനകത്ത് a less than b എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സി ഔട്ടിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? a is less than b. അപ്പൊ നോക്കിക്കേ, ഈ കണ്ടീഷൻ ട്രൂ അല്ലേ? നമുക്ക് തന്നിരിക്കുന്ന റിസൾട്ട് എയുടെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്, ലെസ് ദാൻ 20. അപ്പൊ എന്താണ് തന്നിരിക്കുന്ന ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് അത് ശരിയാണ്. അപ്പൊ റിസൾട്ട് ഔട്ട്പുട്ട് നമുക്ക് എന്ത് വരും? a is less than b. ഇനി ഇതേ സമയം എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ബി എന്നാണ് ഞാൻ കണ്ടീഷൻ കൊടുത്തിരുന്നതാണ്. എനിക്ക് എന്തെങ്കിലും ഔട്ട്പുട്ട് വരുമോ? അവിടെ എനിക്ക് ഔട്ട്പുട്ട് ഒന്നും കിട്ടത്തില്ല. കാരണം എന്താണ്? എന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അപ്പൊ ആ ഒരു ഫോൾസ് കേസ് അവിടെ എന്ത് വരുന്നില്ല? അതിന്റെ എക്സിക്യൂഷൻ അവിടെ സംഭവിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രം എക്സിക്യൂട്ട് ചെയ്യാനാണ് നമ്മൾ ഒരു സിമ്പിൾ ഇഫിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് സിമ്പിൾ ഇഫ് വരുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് ഈ രണ്ട് കേസ് നമുക്ക് കിട്ടണം. അതായത് കണ്ടീഷൻ നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രൂ ആണേലും ഫോൾസ് ആണേലും നമുക്കൊരു ഔട്ട്പുട്ട് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇഫ് എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഇഫ് എൽസിന്റെ കണ്ടോ സിൻടാക്സ് വന്നിരിക്കുന്നത്? ഇഫിനകത്ത് എക്സ്പ്രഷൻ, ഓപ്പൺ ബ്രേസ്, ബോഡി ഓഫ് ഇഫ്, പിന്നെ ക്ലോസ് ചെയ്യുക, പിന്നെ അതിന്റെ എൽസ് കേസ്, ബോഡി ഓഫ് ആ എൽസ് കേസിന്റെ കൊടുക്കുക, അത് ക്ലോസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് ഇഫ് എൽസിന്റെ കേസ് വരുന്നത്. അപ്പൊ ഇതെന്റെ ഇവിടെ അതിന് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, കണ്ടോ? ഹാഷ് ഇൻക്ലൂഡ് iostream.h മെയിനകത്ത് എയും ബിയും കൊടുത്ത്, എയുടെ വാല്യൂം കൊടുത്ത്, ബിയുടെ വാല്യൂം കൊടുത്ത്, ഇഫിനകത്ത് എ ലെസ് ദാൻ ബി കൊടുത്ത്, സി ഔട്ടിനകത്ത് എ ഇസ് ലെസ് ദാൻ ബി, ക്ലോസ് ബ്രേസ്, എൽസിനകത്ത് സി ഔട്ടിനകത്ത് ബി ഇസ് ലെസ് ദാൻ എ.
അപ്പൊ ഇങ്ങനെ നമുക്ക് ട്രൂ ആണേലും ഫോൾസ് ആണേലും നമുക്ക് റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇഫ് എൽസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇനി നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഈ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മൾട്ടിപ്പിൾ ബ്രാഞ്ച് സെലക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് മൾട്ടിപ്പിൾ എന്താ കാര്യങ്ങൾ കേസുകൾ നമ്മൾ അവിടെ ചെക്ക് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ മൾട്ടിപ്പിൾ കേസുകൾ ഒരൊറ്റ എക്സ്പ്രഷൻ അല്ലെ കണ്ടീഷൻ ബേസിൽ നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ സിന്റാക്സ് വന്നിരിക്കുന്നത് സ്വിച്ച്, അതിനകത്ത് ബ്രാക്കറ്റിനകത്ത് എന്ത് കൊടുക്കുക എക്സ്പ്രഷൻ അല്ലെങ്കിൽ എന്താണ് കണ്ടീഷൻ, അത് കഴിഞ്ഞതിന് ശേഷം എന്തുണ്ട് ഓപ്പൺ ബ്രേസ്, പിന്നെ കേസ് എക്സ്പ്രഷൻ 1 ആ ഫസ്റ്റ് കേസിന്റെ ബോഡി. അപ്പൊ ഓരോന്ന് കഴിഞ്ഞിട്ട് എന്തുണ്ട് ബ്രേക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നുണ്ടോ ബ്രേക്ക്. അപ്പൊ ആ ബ്രേക്ക് അവിടെ കൊടുക്കാനുള്ള റീസൺ എന്താണ്, എന്റെ ഈ ഫസ്റ്റ് കേസിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ ബ്ലോക്ക് ആണ് ഈ എക്സ്പ്രഷനെ ബേസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് ബാക്കിയുള്ള കേസുകൾ ഒന്നും എന്ത് ചെയ്യണ്ട അവിടെ പെർഫോം ചെയ്യണ്ട. അപ്പൊ അവിടെ വെച്ച് ആ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബ്രേക്ക് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അതല്ല ഈ ഒരു കേസ് അല്ല അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നെങ്കിൽ എന്തിലേക്ക് പോകണം നെക്സ്റ്റിലേക്ക് പോകണം. അപ്പൊ കേസ് എക്സ്പ്രഷൻ 2 വന്ന് അത് അവിടെ എക്സിക്യൂട്ട് ചെയ്ത് അങ്ങനെ ആയിരിക്കും അതിന്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് നടക്കുന്നത്. ഇനി നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷനെ ബേസ് ചെയ്തിട്ട് ഈ കേസുകൾ ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് കേസിലേക്കായിരിക്കും പോകുന്നത് ഈ ഡിഫോൾട്ട് കേസിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ ആ ഡിഫോൾട്ടിനകത്ത് എന്താണ് നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് അതായിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സ്വിച്ച് കേസ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഇവിടെ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്, നോക്കിക്കോ. ഇവിടെ പ്രോഗ്രാമിനകത്ത് എൻ്റർ ദ നമ്പർ ഓഫ് വീക്സ് ഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളിപ്പം 1 to 7 വീക്ക് എടുക്കുവാണ് എന്ന് പറഞ്ഞാൽ എന്താ സൺഡേ മൺഡേ ട്യൂസ്ഡേ ഇല്ലേ, അത് നമ്മൾ 1 to 7 വരെ നമ്മൾ കൊടുത്തു. 1 ആണെന്നുണ്ടെങ്കിൽ സൺഡേ, 2 ആണെന്നുണ്ടെങ്കിൽ മൺഡേ, 3 ആണെന്നുണ്ടെങ്കിൽ ട്യൂസ്ഡേ, 4 ആണെങ്കിൽ വെനസ്ഡേ, അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കാം. അപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡേ ഏതാണ്, ഇപ്പൊ ഞാൻ 2 എന്നാണ് എൻ്റർ ചെയ്യുന്നത്, അതായത് എൻ്റർ വീക്ക് ഡേ എന്ന് പറയുന്നത് 2 ആണെന്നുണ്ടെങ്കിൽ എനിക്ക് റിസൾട്ട് എന്ത് കിട്ടണം മൺഡേ എന്ന് പറഞ്ഞിട്ട് കിട്ടണം. അപ്പം അത്തരത്തിലുള്ള കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ സ്വിച്ച് കേസ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ട പ്രോഗ്രാം തന്നിരിക്കുന്നത് ആദ്യം മെയിൻ ഫംഗ്ഷൻ നമ്മുടെ കറസ്പോണ്ടിങ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അപ്പം ഡേ ഓഫ് വീക്ക് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിന്റെ ഷോർട്ട് ആയിട്ട് DOW എന്ന് കൊടുത്തു. അപ്പൊ എന്റെ നമ്പർ ഓഫ് വീക്ക് ഡേയ്സ് കൊടുത്തു. അപ്പൊ 1 to 7 വരെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ആ കറസ്പോണ്ടിങ് വേരിയബിളിനെ അവിടെ സ്റ്റോർ ചെയ്തു. അപ്പൊ സ്വിച്ചിനകത്ത് എന്താ കൊടുക്കേണ്ടത്, സ്വിച്ചിനകത്ത് നമ്മൾ എന്താ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്, എന്താണ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വീക്ക് ഡേനെയാണ് നമ്മൾ എവിടെ പാസ് ചെയ്ത് വെക്കുന്നത് ഈ സ്വിച്ചിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ സ്വിച്ചിനകത്ത് എന്തിനെ കൊടുത്തിരിക്കുന്നത് എൻ്റർ നമ്പർ ഓഫ് വീക്ക് ഡേ നമ്മൾ ഏത് പറഞ്ഞു കൊടുക്കുന്നോ അത് ഇവിടെ നമ്മളിപ്പോ സ്റ്റോർ ചെയ്ത് വെച്ച് മെമ്മറിയിലുണ്ട്. അപ്പൊ അതിനെ വേണം നമ്മൾ എവിടെ പാസ് ചെയ്യാൻ ഈ സ്വിച്ചിനകത്ത് പാസ് ചെയ്യാൻ. ഓക്കെ, അത്രയും കൊടുത്തു. ഓപ്പൺ ബ്രേസ്. അപ്പൊ ഈ കേസിനകത്ത് എന്താ കൊടുക്കണ്ടേ 1 to എവിടെ വരെ നമുക്ക് വേണം 7 വരെ. കണ്ടോ കേസ് 1 തൊട്ടിട്ട് 7 വരെ. അപ്പൊ കേസ് 1 : ഔട്ടിനകത്ത് എന്ത് കൊടുക്കാം സൺഡേ. അപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്നത് അതായത് ഞാൻ എൻ്റർ ചെയ്യുന്ന വീക്ക് ഡേ 1 ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കാണിക്കും സൺഡേ എന്ന് കാണിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് പോകും കേസ് 2 പോകും. അപ്പൊ കേസ് ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പർ 2 ആണെന്നുണ്ടെങ്കിൽ മൺഡേ എന്ന് കാണിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ആയിരിക്കും അതിന്റെ എക്സിക്യൂഷൻ വരുന്നത്. ഞാൻ ഇനി ഇതൊന്നും അല്ല ഞാൻ 8 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പറാണ് അവിടെ കൊടുത്തത് എന്നുണ്ടെങ്കിൽ എന്റെ റിസൾട്ട് എന്തായിരിക്കും വരുന്നത് ഡിഫോൾട്ട് കേസിലേക്കായിരിക്കും വരുന്നത്. എങ്ങനെ ആയിരിക്കും കാണിക്കുന്നത് റോങ് നമ്പർ ഓഫ് ഡേ എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഡിഫോൾട്ട് കേസ് കഴിഞ്ഞിട്ട് നമ്മൾ എന്തിനെ ക്ലോസ് ചെയ്യണം, അതായത് സ്വിച്ചിനകത്ത് ഇവിടെ ഓപ്പൺ ബ്രേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെ നമ്മൾ അവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമുക്കിപ്പോ ഗെറ്റ് CH ആണോ റിട്ടേൺ 0 ആണോ എന്താണോ ഉള്ളത് അത് നമ്മൾ അവിടെ വിളിക്കുക. ഇതാണ് ഒരു സ്വിച്ച് കേസ് വരുന്നത്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് C പ്രോഗ്രാമിനകത്ത്, അതുകൊണ്ടാണ് ഇതൊന്നും ചെയ്ത് കാണിക്കാത്തത് കേട്ടോ. ഇതേമാതിരി തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒന്നാണ് നെക്സ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഹാസ് അനദർ ഇഫ് ഇൻ ഇറ്റ്സ് ഇഫ് ബോഡി ഓർ ഇറ്റ്സ് എൽസ് ബോഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ എന്താ നമ്മൾ തൊട്ട് മുന്നേ കണ്ട ഈ സ്വിച്ച് കേസ് പോലെ തന്നെ ഏറെക്കുറെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ നെക്സ്റ്റഡ് ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതിന്റെ സിൻടാക്സ് അവിടെ തന്നിരിക്കുന്നത് നോക്കിക്കോ.
ഇഫ് എക്സ്പ്രഷൻ 1 സ്റ്റേറ്റ്മെന്റ് 1, ഇനി അതല്ലാന്നുണ്ട് എൽസ് ഇഫിനകത്ത് എക്സ്പ്രഷൻ 2 സ്റ്റേറ്റ്മെന്റ് 2, അതുമല്ലാന്നുണ്ട് എൽസ് ഇഫിനകത്ത് എക്സ്പ്രഷൻ 3 സ്റ്റേറ്റ്മെന്റ് 3. അതായത് നമ്മൾ സ്വിച്ച് കേസിനകത്ത് കണ്ടില്ലേ, സ്വിച്ച് കേസിനകത്ത് ഒറ്റ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പല കണ്ടീഷൻസിന്റെ ബേസിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നു. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റുഡന്റിന്റെ മാർക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം, അതിന്റെ ഓവറോൾ ഗ്രേഡ് ഒക്കെ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അത് ഇത്ര ഗ്രേഡ് തൊട്ടിട്ട് ഇത്ര വരെ ഇന്ന മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഈ നെക്സ്റ്റ് ഡിഫ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അത്തരത്തിലുള്ള കേസിലൊക്കെയാണ് നമ്മൾ ഈ നെക്സ്റ്റ് ഡിഫിനെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഒരു കണ്ടീഷൻ അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അങ്ങനെ അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്ന കേസിലെ ഇവിടെ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 4 നമ്പേഴ്സ് നമ്മൾ എൻ്റർ ചെയ്തിട്ട് അതിനകത്തുനിന്ന് ലാർജസ്റ്റിനെ പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഇതുണ്ട് നെക്സ്റ്റ് ഡിഫ് കൊടുത്തിരിക്കുകയാണ്. എൻ്റെ 4 നമ്പേഴ്സ് ഇതുണ്ട്. സീനകത്ത് ഒറ്റ 4 നമ്പേഴ്സ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഇത് കണ്ടോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. നമുക്ക് ഈ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് സീനകത്ത് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇഫിനകത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ടോ, ഇഫിനകത്ത് എ ഗ്രേറ്റർ ദാൻ ബി ഓപ്പൺ ബ്രേസ്, ഇഫിനകത്ത് എ ഗ്രേറ്റർ ദാൻ സി ഓപ്പൺ ബ്രേസ്, ഇഫിനകത്ത് എ ഗ്രേറ്റർ ദാൻ ഡി. ഇപ്പൊ ലാർജസ്റ്റ് ആണെങ്കിൽ അത് പ്രിന്റ് ചെയ്യുക, എൽസ് കേസ് അവിടെ കൊടുക്കുക. അപ്പം ഇതാണ് എന്ത് വരുന്നത്, നമ്മുടെ നെക്സ്റ്റ് ഡിഫിന്റെ കേസ് വരുന്നത് കേട്ടോ. ഇനിയും അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്ത് വരുന്നത്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഐട്രേറ്റീവ് ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പൊ ഐട്രേറ്റീവ് ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വരുമോ, കുറച്ച് എന്താ റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് നമ്പേഴ്സ് പ്രിന്റ് ചെയ്ത് വെക്കണം. അപ്പൊ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഐട്രേറ്റീവ് ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതാണ് ഇൻ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു repeat a set of instructions until certain condition is fulfilled. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഐട്രേറ്റീവ് ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം അതിന് നമ്മൾ 3 ലൂപ്സ് ആണ് നമുക്ക് വരുന്നത്. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ് ആൻഡ് നെക്സ്റ്റഡ് ലൂപ്സ് ആണ് നമുക്ക് വരുന്നത്. ഫോർ, വൈല്, ഡു വൈല് ആൻഡ് നെക്സ്റ്റഡ് ലൂപ്പ്. അപ്പൊ ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് ഫോർ ലൂപ്പ് വരുന്നത്. അപ്പൊ ഫോറിന്റെ സിൻടാക്സ് വന്നിരിക്കുന്നുണ്ടോ, അതായത് ഫോറിനകത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും കൂടെ പറഞ്ഞു കൊടുക്കുക. ഫോറിനകത്ത് ആദ്യം ഇനിഷ്യലൈസേഷൻ, സെമി കോളൻ, കണ്ടീഷൻ എന്തോ, പിന്നെ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ അത്, പിന്നെ ഓപ്പൺ ബ്രേസ്, ബോഡി ഓഫ് ദി ലൂപ്പ്, അതായത് അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെന്റ് എന്താണോ അത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതാണ് അതിന്റെ സിൻടാക്സ് വരുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ പ്രോഗ്രാം തന്നിരിക്കുകയാണ്. പ്രോഗ്രാം യൂസിങ് എന്താണ്, 10 അതായത് നമ്മുടെ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിവേഴ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. കണ്ടോ 10 എവിടെ വരെ 1 വരെ ലാസ്റ്റ് ഫയർ എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ വേർഡ് പ്രിന്റ് ചെയ്യാനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്കൊരു കണ്ടിന്യൂസ് നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റുകളെ. അപ്പം ആദ്യമേ എന്താണ്, ഇന്റ് മെയിന് ഫോറിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ടോ, അതായത് ഇന്റ് എന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ സെപ്പറേറ്റ് എന്തിനെ ഡിക്ലെയർ ചെയ്തില്ല, അതിന്റെ വേരിയബിൾ ഡിക്ലെയർ ചെയ്തില്ല, ലൂപ്പിനുള്ളിൽ തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കും. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കൊടുക്കാം, ലൂപ്പിന് പുറത്ത് നിങ്ങൾക്ക് ഇന്റ് എന്നെന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് ലൂപ്പിനുള്ളിൽ വരുമ്പോ എന്ത് കൊടുക്കാം, ഫോർ n ഈസ് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഞാൻ ചെയ്ത് കാണിക്കാം.
ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് നമ്മുടെ ഫോർ ലൂപ്പ് ആണ്, ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഹാഷ് ഇൻക്ലൂഡ് iostream dot h hash include onio dot h പിന്നെ നമ്മുടെ void main ഓപ്പൺ ബ്രേസ്. അപ്പം ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റിലെ പോലെയുള്ള ഞാൻ അല്ലാതെ ഇന്റ് എ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പൊ വേരിയബിൾ ഡിക്ലറേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് കൊടുത്തോണം? ഈ CLR/SCR നിങ്ങൾ കൊടുത്തോണം കേട്ടോ. CLR/SCR ക്ലിയർ സ്ക്രീൻ സെമികോളൻ. ഇനി എന്താണ്? ലൂപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാം. അതായത് ഫോർ ലൂപ്പിനകത്ത് എനിക്ക് 1 to 5 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്ത് കിട്ടിയേച്ചാൽ മതി. അപ്പം ആദ്യം a is equal to, എനിക്ക് എവിടെ തൊട്ടിട്ട് പ്രിന്റ് ചെയ്യണമെന്ന് പറഞ്ഞ് 1 തൊട്ടിട്ട് a is equal to 1 എന്ന് പറഞ്ഞു കൊടുത്തു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇനിഷ്യലൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ വേരിയബിളിന് വാല്യൂ നമ്മൾ അവിടെ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇനിഷ്യലൈസേഷൻ. a is equal to 1 എന്ന് കൊടുത്തു. അതായത് എനിക്ക് വേണ്ട എന്താണ്? 1 തൊട്ടിട്ട് 5 വരെ, അല്ല 1 തൊട്ടിട്ട് 10 വരെയാണ് എനിക്ക് വേണ്ടത്. അപ്പം എനിക്ക് എവിടെയാണ് എന്റെ സ്റ്റാർട്ടിംഗ് നമ്പർ അത് ആദ്യമേ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് സെമികോളം കൊടുത്തു. പിന്നെന്താണ്? അല്ല, എന്റെ വേരിയബിള് എ ആണ്. എനിക്ക് എവിടെ വരെ കിട്ടണം? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എവിടെ വരെയും പോണം? 5 വരെ പോണം. അപ്പൊ നെക്സ്റ്റ് എന്താണ് വരുന്നത്? കണ്ടീഷൻ. ഓക്കെ, ഇനി എന്താണ്? അപ്പൊ ഇപ്പൊ എന്റെ ഇനിഷ്യലൈസേഷൻ സ്റ്റാർട്ടിംഗ് വാല്യൂ ആയി, എൻഡിങ് വാല്യൂ ആയി. ഇനി എന്താണ്? 1 തൊട്ടിട്ട് 5 വരെ എനിക്ക് പോകണ്ടേ? 1, 2, 3, 4, 5 വരെ കിട്ടണം. അപ്പൊ അത് ആ ഒരു ലൂപ്പിന്റെ എക്സിക്യൂഷൻ നടക്കുമ്പോൾ ഓരോ വാല്യൂ പ്രിന്റ് ചെയ്തതിന് ശേഷം അവിടെ എന്ത് നടക്കണം? ഇൻക്രിമെന്റ് ചെയ്യണ്ടേ? അപ്പൊ ഇവിടെ എന്താ ഞാൻ കൊടുക്കണ്ടേ? A++. ഓക്കെ, ഇൻക്രിമെന്റ് അതാണ് A++. ഓക്കെ, അത് കൊടുത്തു. ഇനി ഓപ്പൺ ബ്രേസിനുള്ളിൽ എന്ത് കൊടുക്കുക? Coutനകത്ത് എന്റെ കറസ്പോണ്ടിങ് എന്താണ്? A കൊടുക്കുക. എക്കകത്തേക്കല്ലേ ഞാൻ വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്റെ മെമ്മറിയിൽ ഇപ്പൊ A ആണുള്ളത്. അപ്പൊ അത് കൊടുക്കുക. അതിന്റെ ഇടയ്ക്ക്, അതായത് ഞാൻ എന്റെ വാല്യൂസ് പ്രിന്റ് ചെയ്ത് വരുന്നതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ സ്പേസ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്നെങ്കിൽ ഇത് കൊടുക്കാം, അല്ലെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? \n എന്ന് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോ \n തന്നെ കൊടുക്കാം. എന്നിട്ട് സെമികോളം കൊടുക്കുക, എന്റർ അടിക്കുക. അതാണ് ലൂപ്പിനകത്ത് വേണ്ടത്. ക്ലോസ് ചെയ്തു, എന്റർ അടിച്ചു, get ch ക്ലോസ് ചെയ്തു. ഇതിന്റെ എക്സിക്യൂഷൻ എങ്ങനെയാന്ന് മനസ്സിലായോ? ആദ്യം എന്താണ്? ഇന്റ് എ നമ്മുടെ ഫോർ ലൂപ്പിലേക്ക് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ എയുടെ വാല്യൂ എന്തെന്നാ നമ്മൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്? 1 എന്നുള്ളത് പ്രിന്റ് ആയി. അതിനുശേഷം ചെക്ക് ചെയ്യുന്ന എന്താണ്? കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അപ്പൊ കണ്ടീഷൻ എയുടെ വാല്യൂ ഇപ്പൊ നിലവിൽ എത്രയാ ഉള്ളത്? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ നോക്കി. അപ്പൊ എന്താണ്? കണ്ടീഷൻ ട്രൂ അല്ലേ? കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ നെക്സ്റ്റ് ഇതിലേക്ക് പോകും, സ്റ്റേറ്റ്മെന്റിലേക്ക് പോകും. അപ്പൊ അതെന്താണ്? ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തിപ്പോ എന്തായി? 2 ആയി. വീണ്ടും എവിടെ വരും? ആ കണ്ടീഷൻ ചെക്ക് ചെയ്യും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ നോക്കി. അപ്പം അത് സാറ്റിസ്ഫൈ ചെയ്തെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എങ്ങോട്ടേക്ക് പോകും? അത് ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും. അത് അങ്ങനെ 3 അങ്ങനെ അത് എവിടെ വരെ പോകും? അപ് ടു 5 വരെ പോകും. അപ്പൊ അങ്ങനെ ആയിരിക്കും എന്തിന്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് നടക്കുന്നത്? നമ്മുടെ ഈ ഫോർ ലൂപ്പിന്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് റൺ ചെയ്ത് നോക്കാവേ. നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുൾ ആണ്. കണ്ടോ? 1 to 5 വരെ നമ്പേഴ്സ് പ്രിന്റ് ചെയ്തു. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് നമ്മുടെ ഫോർ ലൂപ്പ് വരുന്നത് കേട്ടോ. ഇനി ഫോർ ലൂപ്പ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് വരുന്നത് വൈൽ ലൂപ്പാണ്. അപ്പൊ വൈൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ ഇതിനെവിടെ കമന്റ് ചെയ്തിടുന്നേ ഉള്ളൂ കേട്ടോ. കമന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2 \/ കൊടുക്കുക. 2 \/ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് ഇത് ഇതിന്റെ കളർ ചേഞ്ച് ആയത് കേട്ടോ. അപ്പൊ ഇതെന്താണ്? ഈ പ്രോഗ്രാമിനകത്ത് ഇതിന് എന്ത് ചെയ്യത്തില്ല? എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതിന്റെ വർക്കിംഗ് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. അപ്പൊ അത് ഞാൻ അവിടെ കമന്റ് ചെയ്തിട്ടു. എന്നിട്ട് അപ്പൊ വൈല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ? വൈൽ ഇങ്ങനെയാണ് അതിന്റെ സിൻടാക്സ് വരുന്നത്. അതായത് വൈൽ ബ്രാക്കറ്റിനുള്ളിൽ എന്താ കൊടുക്കണ്ടേ? കണ്ടീഷൻ ആണ് കൊടുക്കേണ്ടത് കേട്ടോ.
അപ്പൊ ബ്രാക്കറ്റിനുള്ളിൽ എനിക്ക് കണ്ടീഷൻ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ എനിക്ക് ഇപ്പൊ എന്താണ് ഈ സെയിം പ്രോഗ്രാം തന്നെയാണ് എനിക്ക് വേണ്ടത്. അതായത് 1 തൊട്ടിട്ട് 5 വരെയുള്ള നമ്പർ പ്രിന്റ് ചെയ്തിട്ട് എനിക്ക് വേണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം. അപ്പൊ എന്റെ കണ്ടീഷൻ എ എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അതല്ല എന്റെ കണ്ടീഷൻ. അതായത് ഫോർ ലൂപ്പിനകത്ത് കൊടുത്ത സെയിം കാര്യം തന്നെ അത് ഞാൻ അവിടെ കൊടുത്തു. അപ്പൊ എന്താണ് എന്റെ ഒരു ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്ന കേസ് വിട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ ഞാൻ എന്ത് ചെയ്ത് വെക്കണം? ഇന്റ് എ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്ത് കൊടുക്കണം? 1 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിരിക്കണം. ഓക്കെ, ഇനി എന്താണ് സി ഔട്ടിനകത്ത് എനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി പ്രോഗ്രാം സേവ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ഒന്നും കൂടെ എഴുതാണ്. നിങ്ങൾ പ്രോഗ്രാം എപ്പോഴും ചെയ്യുമ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ട് ചെയ്തു പോക്കണം കേട്ടോ. int a is equal to 1 semicolon. സെമിക്കോളൻ. പിന്നെന്താണ് CLR SCR. എന്റെ എററിന്റെ കാര്യം ഞാൻ പറഞ്ഞു തരാവേ. അപ്പം വൈയില് ഓപ്പൺ ബ്രേസ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 വരെയാണ് എനിക്ക് നമ്പർ പ്രിന്റ് ചെയ്തുകൊണ്ട് കൊടുത്തു. ഓപ്പൺ ബ്രേസ് സി ഔട്ടിനകത്ത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. എക്കകത്താണ് വാല്യൂ ഉള്ളത്. അപ്പൊ അത് പ്രിന്റ് ചെയ്യാൻ കൊടുക്കുക. അത് ഒന്നെങ്കിൽ താഴെ സ്പേസ് ഒക്കെ ഇട്ട് വേണമെന്നുണ്ട്. അപ്പൊ എനിക്ക് നെക്സ്റ്റ് ലൈനിലാണ് വേണ്ടത്, അതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കുക. ക്ലോസ് ചെയ്തു. ഗെറ്റ് CH. ഇങ്ങനെയാണ് ഞാൻ കൊടുത്തിരുന്നത്. ഇതിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതാണ് എനിക്ക് അങ്ങനെ വന്നത്. എന്താ മിസ്റ്റേക്ക് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതായത് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നോക്കിക്കേ, നിങ്ങള് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും എങ്ങനെയാണ് a is equal to 1. അതായത് സി ഔട്ടിനകത്ത് കണ്ടീഷൻ എവിടെ ആദ്യമേ ചെക്ക് ചെയ്യും. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ് നോക്കി സി ഔട്ടിനകത്ത് എന്ത് 1 പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് 1 പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. പിന്നെ നെക്സ്റ്റ് ലൈനിലേക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ എക്സിക്യൂഷൻ അവിടെ എന്തെങ്കിലും സംഭവിക്കാൻ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇൻക്രിമെന്റ് കൊടുക്കണം. അതാണ് തൊട്ട് മുന്നേ നമുക്കത് കിട്ടാഞ്ഞത് കേട്ടോ. എന്ത് കൊടുക്കുക? A++ കൊടുക്കുക. എങ്കിൽ മാത്രമേ അവിടെ എന്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുള്ളൂ. അപ്പൊ ഇപ്പൊ എയുടെ വാല്യൂ നിലവിൽ 1 ആണ് ഇരിക്കുന്നത്. ആ 1നെ എനിക്ക് എന്താക്കണം? 2 ആക്കണം. അപ്പൊ ആ A++നകത്ത് എന്തായി? അത് 2 ആയി. വീണ്ടും അവിടെ 2 ചെന്ന് ചെക്ക് ചെയ്യുക. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണെന്ന് നോക്കി കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്ത് അവിടെ പ്രിന്റ് ചെയ്യും? 2 പ്രിന്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോയി ആ 2 എന്ന് പറയുന്ന എന്താകും? 3 ആകും. അപ്പൊ അങ്ങനെയാണ് എന്തിന്റെ ഒരു ലൂപ്പിന്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് നടക്കുന്നത്. അപ്പൊ ഞാൻ തൊട്ട് മുന്നേ അത് കൊടുത്തപ്പോ ഞാൻ ഈ A++ കൊടുത്തില്ല. അതാണ് എനിക്ക് എന്തിലേക്ക് പോയത്? ആ 1 ആ ഇൻഫിനിറ്റി ലൂപ്പിൽ കയറി പോയത് കേട്ടോ. ഇത് നമുക്ക് റൺ ചെയ്യാം. കണ്ടോ റൺ ആയത്? ഇതാണ് നമ്മുടെ വൈൽ ലൂപ്പ് വരുന്നത്.
ഈ നെക്സ്റ്റ് നമുക്ക് വരുന്ന ഡു വൈൽ ലൂപ്പ് ആണ്. അതായത് നമ്മൾ ഇപ്പൊ പഠിച്ച ഈ വൈൽ ലൂപ്പിനെ നമ്മൾ എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് നമ്മൾ വിളിക്കുക. എൻട്രി കൺട്രോൾ ലൂപ്പ്. അപ്പൊ എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് ഇതിനെ വിളിക്കാനുള്ള കാരണം വൈലിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെയല്ലേ അതിന്റെ എക്സിക്യൂഷൻ, അതായത് കണ്ടീഷൻ ചെക്കിംഗ് എന്ന് പറയുന്നത് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ഡു വൈൽ ആണ്. അപ്പൊ ആ ഡു വൈലിനെ പറയുന്ന പേര് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്നതിനെ വിളിക്കാനുള്ള റീസൺ ഞാൻ ഇവിടെ കൊടുക്കുവാണ്. ഇവിടെ തന്നെ ഞാൻ ചേഞ്ച് ചെയ്യുക. ആദ്യം എന്താണ് വരുന്നത്? ഡു ആണ് വരുന്നത്. എന്നിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അതേപോലെ തന്നെ വന്നു. എന്നിട്ട് ഈ ഡു, അതായത് ഡു ഓപ്പൺ ചെയ്ത് ക്ലോസ് ബ്രേസിനുള്ളിൽ സ്റ്റേറ്റ്മെന്റുകളെല്ലാം കൊടുത്ത് ലാസ്റ്റ് ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? വൈലിനകത്ത് നമ്മൾ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ലാസ്റ്റ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് കൊണ്ട് ഈ ഡു വൈലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. ഇവിടെ വേറെ ഒരു വ്യത്യാസവും ഇല്ല. ആ സിൻടാക്സ് അങ്ങനെ തന്നെ. ഡു വൈലിലെ സിൻടാക്സ് നോക്കുക. വൈലിനകത്ത് എങ്ങനെ അത് പ്രോഗ്രാം പെർഫോം ചെയ്ത് അതേമാതിരി തന്നെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുത്താൽ മതി. ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ലാസ്റ്റ് ആയിരിക്കും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ആ സെയിം പ്രോഗ്രാം തന്നെ ഞാൻ ഇവിടെ നമ്പർ 10 കൊടുക്കാം. അത് ഇത്രയേ ഉള്ളൂ അതിന്റെ വ്യത്യാസം വരുന്നത്. പിന്നെ ഇവിടെ വരുന്ന എന്താണ്? ഇവിടെ ഒരിപ്പോ എറർ വന്നു. അപ്പൊ എറർ വന്നപ്പോ ഇതുണ്ട്, നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഡു വൈൽ സ്റ്റേറ്റ്മെന്റ് മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് എന്താ സെമികോളൻ. അതായത് വൈൽ എന്ന് പറയുന്ന എൻഡ് ചെയ്യുന്ന ഡു വൈലിന്റെ കേസിൽ ഈ കണ്ടീഷൻ എൻഡ് ചെയ്യുന്ന എന്ത് വെച്ചിട്ടായിരിക്കും? സെമികോളൻ വെച്ചിട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഈ C++നകത്തും എറർ വരുമ്പോൾ കറക്റ്റ് ഏത് ലൈനിലാണെന്നുള്ള എറർ അവർ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാനൊക്കെ നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. അപ്പൊ GetCHന്റെ അവിടെ എനിക്ക് കാണിച്ചു തന്നു. അപ്പൊ തൊട്ട് മുന്നത്തെ ലൈനിൽ എന്ത് കൊടുത്തിട്ടില്ല? സെമികോളൻ കൊടുത്തില്ല. അപ്പൊ ആ ഡു വൈലിന്റെ സിൻടാക്സിനകത്ത് പറയുന്നുണ്ട് ഡു, പിന്നെ സ്റ്റേറ്റ്മെന്റുകൾ വൈൽ. അപ്പൊ ആ വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് എൻഡ് ചെയ്യുന്ന എന്ത് വെച്ചിട്ടായിരിക്കും? സെമികോളൻ വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനി റൺ ചെയ്യാം. കണ്ടോ? 1 തൊട്ടിട്ട് 10 വരെ നമ്പേഴ്സ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഡു വൈൽ ലൂപ്പ് വരുന്നത്. അതൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഈ ബ്രേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? നമുക്ക് ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ഇടയ്ക്ക് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് ഒരു പർട്ടിക്കുലർ കോഡ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണ്ട, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ നമുക്ക് നെക്സ്റ്റിലേക്ക് പോകണം. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് വേറൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് ജമ്പ് ചെയ്യണം, അല്ലെങ്കിൽ എക്സിക്യൂഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ അത്തരത്തിലൊക്കെയുള്ള കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് ബ്രേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ തൊട്ട് മുന്നേ നമ്മൾ സ്വിച്ചിനകത്ത് ബ്രേക്ക് യൂസ് ചെയ്തിട്ട് കണ്ടു. അപ്പൊ അതേമാതിരി തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റുകളാണ് ബ്രേക്കിംഗ് സ്റ്റേറ്റ്മെന്റിനകത്ത് വരുന്നത്. അപ്പൊ ഒന്ന് ഫസ്റ്റ് വൺ ബ്രേക്ക് തന്നെയാണ്, സെക്കൻഡ് കണ്ടിന്യൂ, തേർഡ് വരുന്നത് ഗോ ടു സ്റ്റേറ്റ്മെന്റ്, ലാസ്റ്റ് എന്ന് പറയുന്നത് എക്സിറ്റ് സ്റ്റേറ്റ്മെന്റും ആണ് വരുന്നത്. ആദ്യത്തെ നമ്മുടെ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ്ഡ് ടു ടെർമിനേറ്റ് ദ എക്സിക്യൂഷൻ ഓഫ് ദി ലൂപ്പ് പ്രോഗ്രാം. അപ്പൊ ലൂപ്പ് പ്രോഗ്രാമിന്റെ എക്സിക്യൂഷനൊക്കെ ടെർമിനേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇറ്റ് ടെർമിനേറ്റ് ദ ലൂപ്പ് ഇൻ വിച്ച് ഇറ്റ് ഈസ് റിട്ടേൺ ആൻഡ് ട്രാൻസ്ഫർ ദ കൺട്രോൾ ടു ദ ഇന്റർമീഡിയറ്റ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻസൈഡ് ദി ലൂപ്പ്. The break statement is normally used in സ്വിച്ച് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ സ്വിച്ചിനകത്ത് നോർമലി യൂസ് ചെയ്തിട്ട് കണ്ടു. ഇതുണ്ട്, ഇവിടെ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. #iostream.h ഫോർ ഇന്റ് എന്ന് കൊടുത്തു. ഫോറിനകത്ത് n ഈസ് ഈക്വൽ ടു. അപ്പൊ ഇതുണ്ട്, ഇവിടെ റിവേഴ്സ് ആയിട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്പർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാം നേരെ ഓപ്പോസിറ്റ്. തൊട്ട് മുന്നേ നമ്മൾ 1 to 10 ഒക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിട്ട് കൊടുത്തു. അപ്പൊ എന്നിനകത്ത് സ്റ്റാർട്ടിംഗ് നമ്പർ ആണ് കൊടുത്തത്. അപ്പൊ ഇവിടെ റിവേഴ്സ് പ്രിന്റ് ചെയ്യാൻ അതിന്റെ എൻഡിങ് നമ്പർ എന്തോ അത് പറഞ്ഞു കൊടുക്കുക. ലാസ്റ്റ് എവിടെ വരെയാണോ പോകേണ്ടത് അത് പറഞ്ഞു കൊടുക്കുക. പിന്നെന്താണ്? മൈനസ് ഡിക്രിമെന്റ് ചെയ്ത് പുറത്തോട്ട് കുറഞ്ഞല്ലേ പോകേണ്ടത്, അതാണ് കൊടുക്കേണ്ടത്. അപ്പൊ അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. n ഈസ് ഈക്വൽ ടു 10 സെമികോളൻ n ലെസ് ദാൻ എവിടെ വരെയും പോവാ? 0 വരെ സെമികോളൻ n മൈനസ്. പിന്നെന്താണ്? സി ഔട്ടിനകത്ത് അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. പിന്നെ ഇഫ് n ഈസ് ഈക്വൽ ടു 3 എന്നിവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ? അതായത് ലൂപ്പിനുള്ളില് അത് പ്രിന്റ് ചെയ്യാൻ കൊടുത്തു, അതിന്റെ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം ഇഫിനകത്ത് n ഈസ് ഈക്വൽ ടു 3 കൊടുത്തു.
എന്നിട്ട് ഓപ്പൺ ബ്രേസിനുള്ളിൽ എന്താ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? കൗണ്ട് ഡൗൺ അബൌട്ട് എന്നിട്ട് എന്താണ് ബ്രേക്ക്, അതായത് അവിടുന്ന് ബ്രേക്ക് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അത് ക്ലോസ് ചെയ്തു, റിട്ടേൺ 0. അതായത് എന്റെ ഇഫ് ലൂപ്പും ക്ലോസ് ചെയ്തു, ഇഫ് കണ്ടീഷനും ക്ലോസ് ചെയ്തു, ഫോർ ലൂപ്പും അവിടെ ക്ലോസ് ചെയ്തു, പിന്നെ റിട്ടേൺ 0. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് വരുമ്പോ എങ്ങനെയാന്ന് നോക്കിക്കേ. എങ്ങനെ വരുന്നത്? എവിടെ വരെയും പ്രിന്റ് ചെയ്യും? 1 വരെയും പ്രിന്റ് ചെയ്യുവോ? 1 വരെയും പ്രിന്റ് ചെയ്യത്തില്ല. എവിടെ വെച്ചിട്ട് ആ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യും? അതായത് 3 ആകുമ്പം അല്ലെ, അതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഫ് n ഈക്വൽ ടു 3 ആകുമ്പം എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? ബ്രേക്ക് ചെയ്യുക. അപ്പൊ 3 വരെ മാത്രമേ എന്ത് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ? ഈ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ലൂപ്പിനെ ഇടയ്ക്ക് വെച്ചിട്ട് ബ്രേക്ക് ചെയ്യണം. അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ കറസ്പോണ്ടിങ് കണ്ടീഷൻ എന്ന് അത് നമ്മൾ പറഞ്ഞു കൊടുത്ത സ്റ്റേറ്റ്മെന്റ് കൂടെ പറഞ്ഞു കൊടുത്തേച്ചാൽ മാത്രം മതി. ഇനി നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ലൈൻ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി എക്സിക്യൂഷൻ അങ്ങനെ തന്നെ നടക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുക? കണ്ടിന്യൂനെ യൂസ് ചെയ്യുന്നത്. അതായത് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് കോസ് ദ പ്രോഗ്രാം ടു സ്കിപ്പ് ചെയ്ത റെസ്റ്റ് ഓഫ് ദി ലൂപ്പ് ഇൻ ദി കറന്റ് iteration ആസ് ഇഫ് ദി എൻഡ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് ഹാസ് ബീൻ റീച്ച്ഡ് കോസിംഗ് ഇറ്റ് ടു ജംപ് ഇൻ ദ സ്റ്റാർട്ട് ഓഫ് ദി ഫോളോയിങ് iteration എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിക്കോ, ഇവിടെ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. ഫോർ n ഈസ് ഈക്വൽ ടു 10 സെമിക്കോളൻ n ലെസ് ദാൻ 0 n മൈനസ് മൈനസ് ഓപ്പൺ ബ്രേസ് ഇഫിനകത്ത് n ഈസ് ഈക്വൽ ടു 5 എന്നിട്ട് കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ സി ഔട്ടിനകത്ത് എന്ത് കൊടുത്തു? ആ വാല്യൂസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ക്ലോസ് ചെയ്തു. സി ഔട്ടിനകത്ത് ഫയർ എന്ന് കൊടുത്തു. എന്നിട്ട് ലാസ്റ്റ് ഇതേണ്ട ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് നോക്കിക്കേ. അതായത് ആ കണ്ടിന്യൂ എവിടെയാണ് കൊടുത്തിരിക്കുന്നത് അത് സ്കിപ്പ് ചെയ്യണം. അതായത് എനിക്കത് വേണ്ട. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കണ്ടിന്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്ത് നമുക്ക് വരത്തില്ല? എന്താണ് നമുക്ക് വേണ്ടാത്തത് എന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത്? n ഈസ് ഈക്വൽ ടു 5. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഔട്ട്പുട്ട് വന്നിരിക്കുന്ന 10 to 1 വരെ പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് പ്രിന്റ് ചെയ്തിരിക്കുന്നത് നോക്കിയേ, 10 9 8 7 6. അതിന്റെ ഇടയ്ക്കത്തെ എന്ത് വന്നിട്ടില്ല? 5 വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു പർട്ടിക്കുലർ ലൈന് അല്ലെങ്കിൽ ഒരു നമ്പർ നമുക്ക് സ്കിപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബാക്കി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ആ ഒരു പർട്ടിക്കുലർ ലൈൻ മാത്രം സ്കിപ്പ് ചെയ്തേച്ചാൽ മതി. ആ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ഗോ ടു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഗോ ടു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോ ടു സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ പ്രോഗ്രാം എക്സിക്യൂഷന്റെ ആ ഒരു എന്താ കൺട്രോളിനെ നമുക്ക് നെക്സ്റ്റ് ലൈനിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ലൂപ്പിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് ഗോ ടു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്, കണ്ടോ? മെയിൻ, അതിനകത്ത് ഇന്റ് n ഈസ് ഈക്വൽ ടു 10 എന്നിട്ട് ഇതുണ്ടോ ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുക. ലൂപ്പിനകത്ത്, അതായത് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗോ ടു സ്റ്റേറ്റ്മെന്റ് അല്ലേ പഠിക്കുന്നത്. അപ്പൊ ആ ഗോ ടു സ്റ്റേറ്റ്മെന്റിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് എന്ത്? ലൂപ്പ്. അപ്പൊ ലൂപ്പ് കൊടുത്തു. എന്നിട്ട് സി ഔട്ടിനകത്ത് എന്ത് കൊടുക്കുക? n പ്രിന്റ് ചെയ്യാൻ വേണ്ടിട്ട് കൊടുത്തു. n മൈനസ് മൈനസ് കൊടുത്തു. പിന്നെ ഇവിടെ നോക്കിക്കേ, ഇഫിനകത്ത് n ഗ്രേറ്റർ ദാൻ 0. അപ്പൊ ഇത് എങ്ങനെ ഇതിന്റെ എക്സിക്യൂഷൻ നടക്കുന്നത്? n ഗ്രേറ്റർ ദാൻ 0 വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഗോ ടു നമ്മൾ എങ്ങോട്ടേക്ക് പോകും? ആ ലൂപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടില്ലേ ഒരു പർട്ടിക്കുലർ ലൈന്, ആ ലൂപ്പിനകത്ത് എന്താ കൊടുത്തിരിക്കുന്നത്? സി ഔട്ടിനകത്ത് n പ്രിന്റ് ചെയ്യാനാ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്യുക? എന്നിന്റെ വാല്യൂ അവിടെ പ്രിന്റ് ചെയ്യും. 10 എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. അപ്പൊ ആ 10 നെക്സ്റ്റ് ലൈനിൽ എന്താ വരുന്നത്? അത് ഡിക്രിമെന്റ് ചെയ്യാനാ വന്നിരിക്കുന്നത്. അപ്പൊ 10 9 ആവും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും? 9 ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഗോ ടു വീണ്ടും എങ്ങോട്ടേക്ക് പോകും? ഈ ലൂപ്പിലേക്ക്. അതായത് ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടില്ലേ, ആ ലൂപ്പിൽ വരും. ആ ലൂപ്പിനകത്ത് എന്തിനെ പ്രിന്റ് ചെയ്യും? 9 പ്രിന്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൺട്രോളിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗോ ടു എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഗോ ടു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇത് നോർമൽ പ്രോഗ്രാം പോലെ കണ്ട പ്രിന്റ് ചെയ്തിരിക്കുന്നത് 10 to 1 വരെ പ്രിന്റ് ചെയ്തിരിക്കുക. അതാണ് ഗോ ടു സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് എക്സിറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്.
അപ്പൊ എക്സിറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സിറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു ടെർമിനേറ്റ് ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. അതായത് ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നത്? ഈ എക്സിറ്റ് സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ വി വാണ്ട് ടു സ്റ്റോപ്പ് ദ എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം ഡിപ്പെൻഡിങ് ഓൺ ദി സം കണ്ടീഷൻ. ഇത് കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യാനാണ് നമ്മൾ എക്സിറ്റ് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുണ്ട്, ഇവിടെ ഒരു പ്രോഗ്രാം കൊടുത്തിരിക്കുവാണ്. എന്താണ്? വോയിഡ് മെയിൻ ഇൻഡ് ഐ നമ്പർ i=1 കൊടുത്ത് വയലിനകത്ത് i ലെസ് ദാൻ എവിടെ വരെ പോകാൻ കൊടുത്ത് 5 വരെ പോകാൻ കൊടുത്തു. അപ്പൊ നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്തു, സീനകത്ത് നമ്പർ സ്റ്റോർ ചെയ്തു. ലിസ്റ്റിനകത്ത് നമ്പർ ഗ്രേറ്റർ ദാൻ 5 ആണെന്നുണ്ട്, ഇത് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 5 ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട്, അതായത് അവിടെ വെച്ച് അതിന്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റത്തെ ലൈനിന്റെ ആവശ്യം നമുക്ക് അവിടെ വരുന്നില്ല. അപ്പൊ നോക്കി എങ്ങനെ അതിന്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് നോക്കിക്കേ. അതായത് നമ്മൾ ഒരു നമ്പർ എൻ്റർ ചെയ്യുവാണ്. അതായത് നമ്മൾ ഒരു നമ്പർ ഇവിടെ എൻ്റർ ചെയ്തു. എന്തെന്നാണ് നമ്മൾ നമ്പർ കൊടുത്തത്? എൻ്റർ നമ്പർ 2 എന്ന് കൊടുത്തു. അപ്പൊ ഇത് നമ്പർ ഈസ് 2 എന്ന് പറഞ്ഞിട്ട് വന്നു. പിന്നെ എൻ്റർ നമ്പർ നമ്മൾ 3 എന്ന് കൊടുത്തു. അപ്പൊ നമ്പർ ഈസ് എന്തെന്ന് പറഞ്ഞിട്ട് വന്നു? 3 എന്ന് പറഞ്ഞിട്ട് വന്നു. പിന്നെ എൻ്റർ നമ്പർ നമ്മൾ എന്തെന്ന് കൊടുത്തു? 9 എന്ന് കൊടുത്തു. അപ്പം അത് അവിടെ പ്രിന്റ് ചെയ്യുന്നുണ്ടോ? അതായത് അത് എക്സിറ്റ് ആയിട്ട് എങ്ങോട്ടേക്ക് പോകണം? അത് അവിടെ വെച്ചിട്ട് അതിന്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്തേ അവിടെ പ്രിന്റ് ചെയ്യുന്നുള്ളൂ? ഇത് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 5 ഓർ ഈക്വൽ ടു എന്ത് 9 എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നമുക്ക് റിസൾട്ട് വരുന്നത്. കണ്ടോ? ഈക്വൽ ടു 9 എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഈ ഒരു കേസിലേക്ക് എന്ത് പോകുന്നില്ല, അത് പോകുന്നത് നമുക്ക് എക്സിക്യൂഷൻ ഇടയ്ക്ക് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് ഇൻക്രിമെന്റ് ചെയ്ത് പോകുന്നില്ല. അപ്പൊ അങ്ങനെ ആ എക്സിക്യൂഷനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെ വെച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സിറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ C++നകത്ത് വന്നിരിക്കുന്ന ബ്രേക്കിംഗ് സ്റ്റേറ്റ്മെന്റുകൾ. ഏതൊക്കെയാണ്? ബ്രേക്ക് ഉണ്ട്, കണ്ടിന്യൂ ഉണ്ട്, ഗോ ടു ഉണ്ട്, എക്സിറ്റ് ഉണ്ട്. അപ്പം ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം? ഓരോ സ്റ്റേറ്റ്മെന്റ് അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അതിന്റെ സിന്റാക്സ് വിത്ത് എക്സാമ്പിൾ. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം പ്രോഗ്രാമിംഗ് സബ്ജക്റ്റ് ആണ്. എക്സാമിന് വരുമ്പം എഴുതുമ്പം എങ്ങനെ എഴുതി കൊടുക്കണം? എന്താണെന്നുള്ള ബ്രേക്കിംഗ് സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഓരോ ബ്രേക്കിംഗ് സ്റ്റേറ്റ്മെന്റും എടുക്കുക. ആദ്യം ആ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിന്റെ സിന്റാക്സ് കാണിച്ചു കൊടുക്കുക വിത്ത് എക്സാമ്പിൾ എക്സ്പ്ലനേഷൻ. അത്ര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെ തന്നെ വേണം നിങ്ങൾ പ്രോഗ്രാം ഓരോ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അത്രയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസാണ്. അപ്പൊ ഈ ഒരു സെയിം ടോപ്പിക്ക് നിങ്ങൾക്ക് 3rd ബ്ലോക്കിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അത് ഞാൻ അവിടെ എടുത്തത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പം അതിനകത്ത് ഈ ഒരു കേസിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഫംഗ്ഷൻ മാത്രം നമുക്ക് അവിടെ വരുന്നില്ല. അത് മാത്രം ഞാൻ ഇവിടെ പറഞ്ഞു പോകും കേട്ടോ. ബാക്കി ഞാൻ അവിടെ പറഞ്ഞത്, അല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് സമയം പോകും. അതുകൊണ്ട് ഞാനത് ഇവിടെ എടുക്കുന്നില്ല കേട്ടോ. അപ്പൊ ഈ ഒരു സെയിം സാധനം നമ്മുടെ 3rd ബ്ലോക്കിനകത്ത് ഫസ്റ്റ് യൂണിറ്റ് ആണെന്ന് തോന്നുന്നു നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അവിടെ പറയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഞാനിത് എടുത്ത് കാണിച്ചു തന്നോളാം. ഇതിനകത്ത് നിങ്ങൾക്ക് മുമ്പോട്ടില്ലാത്ത ഒരു കേസ് എന്ന് പറയുന്നത് ഇൻലൈൻ ഫംഗ്ഷൻ. ഇൻലൈൻ ഫംഗ്ഷൻ നമുക്ക് വീണ്ടും പഠിക്കാനില്ല, അവിടെ നമുക്ക് വരുന്നില്ല. അപ്പൊ അത് മാത്രം നമുക്ക് ഇവിടെ നോക്കാം കേട്ടോ. ഇൻലൈൻ ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. ഇവിടെ നോക്കിയോ, ഇൻലൈൻ ഫംഗ്ഷൻ. അപ്പൊ ഈ ഇൻലൈൻ ഫംഗ്ഷൻ എന്നുള്ള ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചോണം. ഈ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ എക്സാമിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുണ്ട് ഇൻലൈൻ ഫംഗ്ഷൻ. ഇൻലൈൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഇൻലൈൻ ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഇൻ വിച്ച് ദ കമ്പൈലർ റീപ്ലേസ് ദ ഫംഗ്ഷൻ കോൾ വിത്ത് ദ ആക്ച്വൽ കോഡ് ഓഫ് ദി ഫംഗ്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ലൈൻ ഓഫ് കോഡ്
അവിടെ നിന്ന് തന്നെ എക്സിക്യൂട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻലൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ദിസ് അവോയ്ഡ് ദ ഓവർ ഹെഡ് ഓഫ് കോളിംഗ് എ ഫംഗ്ഷൻ വിച്ച് മേക്ക് എക്സിക്യൂഷൻ ഫാസ്റ്റർ ഫോർ സ്മോൾ ഫംഗ്ഷൻസ്. അപ്പൊ നമുക്ക് വലിയ വലിയ പ്രോഗ്രാമിനകത്തൊന്നും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ചെറിയ പ്രോഗ്രാമിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ഇൻലൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇൻലൈൻ ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് ഈസ് എക്സ്പാൻഡഡ് ഇൻ ലൈൻ വെൻ ഇറ്റ് ഈസ് കോൾഡ്. അതായത് ആ ഒരു സിംഗിൾ ലൈനിനെ നമ്മൾ വീണ്ടും കോൾ ചെയ്യുന്നില്ല, അത് അവിടെ തന്നെ വെച്ചിട്ട്, അതായത് നമ്മൾ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന ടൈമിൽ തന്നെ അതിന്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് അവിടെ നടക്കുവാണ് ചെയ്യുന്നത്. അല്ല നമ്മൾ നോർമൽ നിങ്ങൾ ഫംഗ്ഷൻ ഒക്കെ പഠിച്ചപ്പോൾ ഫംഗ്ഷൻ ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്തു, ഡിക്ലെയർ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ആ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തു, പിന്നെ അതിനെ കോൾ ചെയ്തു, അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇൻലൈൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ആ ഒരു ഇൻലൈൻ വെച്ച് തന്നെ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമുക്കതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻലൈൻ ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. പിന്നെ ഇൻലൈൻ ഫംഗ്ഷന്റെ സിമ്പിൾ ഡെഫിനേഷൻ അത് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇൻലൈൻ ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് ഈസ് എക്സ്പാൻഡഡ് ഇൻലൈൻ വെൻ ഇറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റെഡ് ഓഫ് ജമ്പിങ് ടു എ സെപ്പറേറ്റ് ഫംഗ്ഷൻ ബ്ലോക്ക്. അതായത് ആ ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡ് ആ ഒരു പർട്ടിക്കുലർ ലൈനിൽ നിന്ന് തന്നെ അതിന്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ ഇൻലൈൻ ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന്റെ സിൻടാക്സ് നോക്കിക്കോണം. സിൻടാക്സ് ഇൻലൈൻ, അതായത് ഇൻലൈൻ എന്ന് പറയുന്ന കീവേഡ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റേഴ്സ്. പിന്നെ ഒരു കാര്യം, ഇത് സി എന്ന് പറയുന്ന ലാംഗ്വേജിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ സി അറിയത്തില്ല, സി ഒന്ന് റെഫർ ചെയ്തോണം കേട്ടോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞു പോകുമ്പോൾ സിക്കകത്തുണ്ട് അങ്ങനെ പറഞ്ഞു പോകണം, അല്ലാതെ എനിക്കിപ്പോ സി കൂടെ എടുത്ത് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ സിക്കകത്ത് നിങ്ങൾ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്, അപ്പൊ ആ ഫംഗ്ഷനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതായത് ഫംഗ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിച്ചപ്പം നിങ്ങൾ ആദ്യം ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് അതിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, അതിനെ കോൾ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെയായിരുന്നു ഫംഗ്ഷനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഫംഗ്ഷനകത്ത് വന്നിരിക്കുന്ന കുറച്ച് ഡിഫിക്കൽട്ടീസ് നമുക്ക് ഓവർകം ചെയ്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഇൻലൈൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡ് വെച്ചിട്ട് തന്നെ നമുക്ക് എക്സിക്യൂഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ എളുപ്പത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ലൈൻ ഓഫ് കോഡിനെ അല്ലെ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ ഇൻലൈൻ ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ സിൻടാക്സ് ഇൻലൈൻ എന്ന് പറയുന്ന കീവേഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ റിട്ടേൺ ടൈപ്പ് ഉണ്ട്. റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, വോയിഡോ ഇൻഡോ അത് എന്താണോ അത് കൊടുക്കുക. പിന്നെ നമ്മുടെ ആ ഫംഗ്ഷന്റെ നെയിം എന്താണോ അത് പറഞ്ഞു കൊടുക്കുക. പാരാമീറ്റേഴ്സ്, ഓപ്പൺ ബ്രേസ്, ഫംഗ്ഷൻ ബോഡി. അപ്പൊ ഇതാണ് സിൻടാക്സ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതിനകത്തൊക്കെ ഈ സിൻടാക്സ് എന്ന് പറയുന്ന കാര്യം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇൻലൈൻ ഫംഗ്ഷൻ ചോദിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ എന്താണ് ഇൻലൈൻ ഫംഗ്ഷൻ എഴുതി കൊടുക്കുക, അതിനുശേഷം എന്ത് മസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം, സിൻടാക്സ് കൊടുത്തിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ സിൻടാക്സ് കണ്ടു. ഇനി തന്നെ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ സ്ക്വയറിന്റെ ഒരു പ്രോഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം കൊടുത്തിട്ടുണ്ട്. ഇൻഡ് മെയിനകത്ത് എന്ത് കൊടുക്കുക, ഇൻലൈനകത്ത് നമ്മൾ ഫംഗ്ഷൻ ആദ്യമേ നമ്മൾ ഡിക്ലെയർ ചെയ്യുക. അപ്പൊ ഇൻലൈൻ ഫംഗ്ഷൻ, ഇൻലൈൻ എന്ന് പറയുന്ന കീവേഡ് ഇൻഡ്, പിന്നെ ഇൻഡ് എന്ന് പറയുന്നത് എന്താണ്, റിട്ടേൺ ടൈപ്പ് ആണ്. സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ഫംഗ്ഷൻ നെയിം ആണ്. ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്, അതെന്താണ്, ആർഗ്യുമെന്റ്സ് ആണ്. ഇതാണ് ഇൻലൈൻ ഫംഗ്ഷൻ വരുന്നത്. എന്നിട്ട് ഓപ്പൺ ബ്രേസ് കൊടുത്തു, പിന്നെ എന്ത് കൊടുക്കുക, റിട്ടേൺ എക്സ് സ്റ്റാർ എക്സ്. അതായത് സ്ക്വയർ അല്ലേ, സ്ക്വയർ എങ്ങനെയാ കാണുന്നത്, നമ്മൾ കൊടുത്തിരിക്കുന്ന പാരാമീറ്ററിന്റെ ഡബിൾ എടുക്കുക ചെയ്യുന്നത്, എക്സ് സ്ക്വയർ വരുന്നത്. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് നമ്മൾ കൊടുത്തു, എന്നിട്ട് ക്ലോസ് ചെയ്തു. പിന്നെ മെയിൻ ഫംഗ്ഷനിലേക്ക് വന്നപ്പോ നോക്കിക്കേ, ഇൻഡ് നം ഈസ് ഈക്വൽ ടു 5 കൊടുത്തു. പിന്നെ കണ്ടോ, എക്സിക്യൂഷൻ എവിടെ നടക്കുന്ന, ആ സിംഗിൾ ലൈനിൽ തന്നെ ഇവിടെ നടന്നു. കണ്ടോ, ഈ ഒരു ലൈനിൽ തന്നെ അതിനെ എക്സിക്യൂട്ട് ചെയ്തു. സി ഔട്ടിനകത്ത് സ്ക്വയർ ഓഫ് എന്ന് പറഞ്ഞിട്ട്, സ്ക്വയർ ഓഫ് എനിക്ക് എന്താണ് കൊടുത്തിരിക്കുന്ന നമ്പറിന്റെ, അതായത് 5ന്റെ സ്ക്വയർ എനിക്ക് കിട്ടണം. അപ്പൊ സ്ക്വയർ ഓഫ്, ആ സ്ക്വയറിന്റെ മുന്നേ എനിക്ക് എന്ത് വരണം, സ്ക്വയർ ഓഫ് എന്ന് പറഞ്ഞിട്ട് വരണം. അതിനാണ് ഞാൻ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. സ്ക്വയർ ഓഫ് ആ നമ്പർ കൊടുത്തു, ഈ സ്ക്വയർ ഓഫ് നമ്പർ കണ്ട, അതിനെ കോൾ ചെയ്തിരിക്കുക. സ്ക്വയർ ഇൻലൈൻ ഫംഗ്ഷന്റെ നെയിം എന്താണ്, സ്ക്വയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് എന്തിനെ പാസ് ചെയ്യുക, നമ്മുടെ വേരിയബിളിനെ പാസ് ചെയ്യുക എന്തില്ല. അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു സിംഗിൾ ലൈനിൽ നമ്മൾ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കോൾ ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻലൈൻ ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയുന്നത്.
ഓക്കെ, അല്ലാതെ നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾ എന്താണ് സെപ്പറേറ്റ് മെയിൻ ഫംഗ്ഷനിൽ കോൾ ചെയ്യുവല്ലേ ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു, പിന്നെ അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി, പിന്നെ അതിനെ നിങ്ങൾ മെയിൻ ഫംഗ്ഷനിൽ കയറി കോൾ ചെയ്യുവാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡ് വെച്ചിട്ട് തന്നെ ഇൻലൈൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇൻലൈനിനകത്ത് നമുക്ക് എന്താണ് പെർഫോം ചെയ്യേണ്ടത് അത് പറഞ്ഞു കൊടുക്കുക. പിന്നെ ആ ഒരു സിംഗിൾ ലൈനിൽ നമുക്ക് എന്തിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ആ ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇത് ഈ പറഞ്ഞ ചെറിയ ചെറിയ പ്രോഗ്രാമിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. വലിയ ലാർജ് കോംപ്ലക്സ് പ്രോഗ്രാമിലൊന്നും ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റത്തുമില്ല കേട്ടോ. പക്ഷെ ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ C++നകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇൻലൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇൻലൈൻ ഫംഗ്ഷൻ എന്ന്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, ഞാനിത് ഷെയർ ചെയ്ത് തന്നോളാം കേട്ടോ നോട്ട്സ് ഒക്കെ. ഔട്ട്പുട്ട് വരുമ്പോൾ കണ്ടോ, സ്ക്വയർ ഓഫ് 5 ഈസ് എന്തെന്ന് പറഞ്ഞിട്ട് വരും 25 എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരും. അതായത് സ്ക്വയർ ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന, എനിക്ക് പ്രിന്റ് ചെയ്ത് വരേണ്ടതാണ്. പിന്നെ ഈ നമ്പർ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പർ, അപ്പൊ അത് 5 എന്ന് പറഞ്ഞിട്ട് വരാൻ ഈസ്, പിന്നെ എന്താണ് സ്ക്വയർ ഓഫ് നം എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, എന്താണ് പെർഫോം ചെയ്യേണ്ടതെന്നുള്ള ഓപ്പറേഷൻ. കണ്ടോ, ആ ഫംഗ്ഷൻ ആണ് എന്ത്, ഇത്. അപ്പൊ അതാണ് ഇവിടെ കോൾ ചെയ്തിരിക്കുന്നത്. കണ്ടോ, കോൾ ചെയ്തു. അപ്പൊ ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെ തന്നെ വന്നു, കണ്ടോ, സ്ക്വയർ ഓഫ് 5 ഈസ് 25 എന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നു. ഓക്കെ, ഇങ്ങനാണ് വരുന്നത്. പിന്നെ അതിനകത്ത് കുറച്ച് പോയിന്റ്സും കൂടെ പറഞ്ഞിട്ടുണ്ട്, അതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിർത്തിയേക്കാം കേട്ടോ. ഇപ്പൊ കീ പോയിന്റ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇൻലൈൻ ഫംഗ്ഷൻ സേവ് ടൈം ബൈ അവോയ്ഡിങ് ഫംഗ്ഷൻ കോൾ ഓവർഹെഡ്, സ്യൂട്ടബിൾ ഓൺലി ഫോർ സ്മോൾ ഫ്രീക്വന്റ്ലി യൂസ്ഡ് ഫംഗ്ഷൻസ്. അത് ഇമ്പോർട്ടന്റ് ആണ്. എവിടെ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, ചെറിയ ചെറിയ പ്രോഗ്രാംസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഇത് കമ്പൈലർ മേ ഇഗ്നോർ ഇത് ഇൻലൈൻ റിക്വസ്റ്റ് ഇഫ് ദി ഫംഗ്ഷൻ ഈസ് ടു ലാർജ് ഓർ കോംപ്ലക്സ്. അവിടെ വീണ്ടും ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അത് വെറുതെ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഫാസ്റ്റർ ആയിട്ടുള്ള എക്സിക്യൂഷൻ ആയിരിക്കും. പിന്നെന്താണ്, മേക്ക് കോഡ് ഷോർട്ട് ആൻഡ് എഫിഷ്യന്റ് ഫോർ സ്മോൾ ഓപ്പറേഷൻസ്. ലിമിറ്റേഷൻസ് വരുന്ന എന്താണ്, നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് ഓർ കോംപ്ലക്സ് ഫംഗ്ഷൻസ്. ഇത് കമ്പൈലർ മേ ഇഗ്നോർ ഇത് ഇൻലൈൻ കീവേഡ് ഇഫ് ഇറ്റ് ഡിസൈഡ് എക്സ്പാൻഷൻ ഈസ് നോട്ട് എഫിഷ്യന്റ്. അതൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇൻലൈൻ ഫംഗ്ഷൻ വരുന്നത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കേട്ടോ.